ഇപ്പം നമ്മളെ രണ്ടാമത്തെ ദിവസമാണ് 2024 ജനുവരി 2-ാം തീയതി. അപ്പോൾ പഠിക്കണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് കുറേ ആളുകൾ രാവിലെ തന്നെ എണീറ്റ് ക്യാമറ മുന്നിൽ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഷോപ്പിൽ റൂമിൽ പോയിട്ട് നോക്കിയായിരുന്നോ? എന്താ പറഞ്ഞോളൂ. ഇന്നലെ ബാറ്ററി ഉള്ള പോയിന്റിലെ റീഡിങ് നോക്കുമ്പോൾ പിന്നെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. ആ പക്ഷെ സാറ് പറഞ്ഞ റെസിസ്റ്റർ വാങ്ങിച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഓക്കെ അത് റെസ്റ്റർ സാറ് നമുക്ക് വീഡിയോ കാണിച്ചതിന് ശേഷം ചെയ്യാം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓക്കെ ഓക്കെ വെയിറ്റിംഗ്. ഇതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് എങ്ങനെ റിപ്പയർ ചെയ്യാം എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആണല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഒറ്റ മിനിറ്റ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായില്ല. നമ്മൾ പഠിക്കേണ്ടത് സ്വന്തമായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ എന്താണ് നമുക്ക് കിട്ടുന്ന അവസരങ്ങളിൽ ഇപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഫെയിൽ ആവാം, ചിലപ്പോൾ അത് സക്സസ് ആവാം. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയിട്ട് എൻ്റെത് ഇങ്ങനെയായി എന്ന് ചോദിക്കുന്നതും ഞാൻ പറഞ്ഞു തന്നിട്ട് ചെയ്യുന്നത് രണ്ടും രണ്ടാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞാൻ എന്തായാലും വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അയച്ചുതരാം. ഞാനത് നമുക്ക് നിന്നിട്ടില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കിയതിന് ശേഷം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇതിൽ അപ്ഡേറ്റ് ചെയ്യും. ഇന്നലെ നമ്മളൊരു റീഡിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കറണ്ട്, വോൾട്ടേജ്, ആംബിയർ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ബാറ്ററി കൺട്രോളിൽ ഇന്നലെ ചോദിച്ച അതേപോലെ എല്ലാ ഫോണിലും അതേ റീഡിങ് ആയിരിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചത് കൊണ്ട് ഒരുപാട് ആളുകൾ ഒരു 5-6 ആളുകളോളം നമ്മുടെ ഗ്രൂപ്പിൽ ആ ഒരു പിക്ചർ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ ഡിവൈസും ഒരുപോലെ അല്ല, എല്ലാറ്റിലും വ്യത്യസ്തമായ റീഡിംഗ് ലഭിക്കുന്നത്. ഓക്കെ ഓക്കെ. ഇതില് മൈക്ക് സംസാരിക്കുന്നവർ മാത്രം എന്ത് ചെയ്യാം മൈക്ക് ഓണാക്കുക. ബാക്കിയുള്ളവർ മൈക്ക് ഒന്ന് മ്യൂട്ട് ആണോ എന്ന് ശ്രദ്ധിക്കണേ. കാരണം നമുക്കത് മാനേജ് ചെയ്യാൻ ആളുകൾ എത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഷറഫാൻ ഖാ, നിങ്ങൾക്ക് ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇന്നലെ എനിക്ക് വർക്കിംഗ് സെറ്റ് ആയിട്ട് വന്നത് ഒരു 5 സെറ്റ് വന്നിരുന്നു. ഓക്കെ അപ്പൊ നമ്മള് ആ ബാറ്ററി പോയിന്റ് നമ്മുടെ അനലോഗിൽ വെച്ചിട്ട് നോക്കിയപ്പോ ഒരു A02S 350 ഓംസ് കാണിച്ചു. പിന്നെ ഒരു 11 പ്രോന്റെ ഒരു 400 ഓംസ് കാണിച്ചു. ഒരു A10S വന്നിരുന്നു, അതിന്റെ 280 ആണ് കാണിച്ചത്. പിന്നെ ഒരു MIയിലെ A3 വന്ന് ഒരു 580 കാണിച്ചു. കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ ഒരു S5 വന്നു, അത് 400 ഓംസ് കാണിച്ചു. ഓക്കെ. അത് നിങ്ങൾ അനലോഗ് ആണോ യൂസ് ചെയ്തത് അതോ ഡിജിറ്റൽ ആണോ യൂസ് ചെയ്തത്? അല്ല, ഡിജിറ്റല് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ അത് വാങ്ങി വെച്ചാണ്. പക്ഷെ അത് യൂസ് ചെയ്യാനുള്ള ഒരു ഇത് ആയിട്ടില്ല. അപ്പൊ ഞാൻ അനലോഗിലാണ് നമ്മൾ എന്തായാലും ചെക്ക് ചെയ്ത മാതിരിയാണ് ചെക്ക് ചെയ്തത്. ആയിട്ടില്ല എന്ന് നിങ്ങൾ പറയരുത്. നിങ്ങൾ ആയി കഴിഞ്ഞു. കാരണം അതേ നമ്പർ ആണ് ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അനലോഗ് ഡിജിറ്റൽ മൾട്ടിമീറ്ററിലും കാണിക്കുക. ക്ലിയർ ആയോ? അതായത് ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്ത് ഒരു IT ഗ്രൂപ്പിൽ നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലേ? ക്ലിയർ ആയിട്ട് കേട്ടില്ല, ബ്രേക്ക് ആയി പോയി, ഒന്നും കേട്ടില്ല. ഞാൻ ഒരു ഇതിന്റെ ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ സെൻഡ് ചെയ്യുക. അതിൽ കുറെ ആളുകൾ ഒരു 4-5 ആളുകളോളം എഴുതി അയച്ചിട്ടുണ്ട്. കുറെ മോഡലിൻ്റെ ഓരോരോ യൂസ് ചെയ്യുന്ന മൾട്ടിമീറ്റർ ഏതാണ്, അതിന്റെ റീഡിങ് എത്ര വരിക എന്നുള്ളത് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ഇത് വരച്ചുതരാം. ഇനി ഡിജിറ്റൽ അതിന് ഗ്രൂപ്പ് വേറെ ഉണ്ടോ? അല്ല, ഒരു വാട്സപ്പിന്റെ ഇതല്ല, ജസ്റ്റ് ഫയലുകൾ അയക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അത് ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്ന വർക്കുകൾ മാത്രം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അതിലേക്ക് ചെയ്തുതരാം. അതേതാ ഗ്രൂപ്പ്? ആ ഗ്രൂപ്പിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് നമ്മൾ ആഡ് ചെയ്തില്ലല്ലോ. ആവശ്യമില്ല. അത് നിങ്ങൾക്കൊക്കെ ഓൾറെഡി നിങ്ങൾ രാവിലത്തെ ബാച്ചിലുള്ളവർക്കൊന്നും അതിന്റെ ആവശ്യമില്ല. അതൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. നിങ്ങൾക്കൊക്കെ ആ വർക്ക് ഓൾറെഡി തീർന്നതല്ലേ? IT സപ്പോർട്ട് ഗ്രൂപ്പ് അല്ലേ? അതെ അതെ. അതിലേക്ക് നമ്മുടെ വെബ്സൈറ്റുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും പിന്നെ വർക്ക് ചെയ്യാനുള്ളതുമാണ്. പിന്നെ അതിലേക്ക് എന്താ പറയാ, മോർണിംഗ് ബാച്ചിലുള്ള ഈ മാസം ജോയിൻ ചെയ്യാൻ പറഞ്ഞവർക്ക് മാത്രമേ അതിലേക്ക് ആക്സസ് ഉള്ളൂ. അത് ഞാൻ മാറൂഫൊക്കെ ഇതുകൊണ്ട് ഡിസംബറിൽ വന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. ഞാൻ റെഡിയാക്കി തരാം. നമ്മൾ പറഞ്ഞത് നമ്മൾ വിഷയത്തിലേക്ക് വരാം. നിങ്ങൾ അതിലേക്ക് പേഴ്സണലി മെസ്സേജ് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ.
നമ്മൾ ഇന്നലെ പഠിച്ച കേസ് അതേതാ ഗ്രൂപ്പിന്റെ പേരേതായിരുന്നു? അത് ഞങ്ങൾ നോക്കിയിട്ട് ഞാൻ അതിൽ ചെയ്തോളാം. പയ്യന്മാർ ചെയ്തുതരും. ഞങ്ങൾ മെസ്സേജ് അയക്കാം. ഓക്കെ. റൈറ്റ് ഓക്കെ. ഐ ടി ഗ്രൂപ്പ്. അതായത് ഇന്നലെ നമ്മൾ പഠിച്ച കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ അനലോഗ് മൾട്ടിമീറ്ററിൽ നിന്ന് കുറെ ആളുകൾക്ക് ഡിജിറ്റലിലേക്ക് മാറാനുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. അതിൽ ഇത്രയും കാലം നിങ്ങൾ നോക്കിയിരുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 നീഡിലിന്റെ റേഷ്യോ നോക്കിയിട്ട് ആണ് നിങ്ങൾ ഇവിടുത്തെ വാല്യൂ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു റെസിസ്റ്റർ നിങ്ങൾ അളക്കുമ്പോൾ നമ്മളിപ്പോൾ ഇത് ഉദാഹരണമായിട്ട് എടുക്കുന്നത് ഫോണ് എന്നുള്ള കൺസെപ്റ്റ് ഇപ്പോൾ നമ്മൾക്ക് എത്തുന്നേ ഉള്ളൂ. നമ്മൾ ഒരു റെസിസ്റ്റർ, അതായത് നമ്മൾ ഫോണിൽ നോക്കുന്ന എല്ലാത്തിൻ്റെ റീഡിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിസ്റ്ററിന്റെ യൂണിറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത് കണക്കാക്കാൻ നിൽക്കുന്നത്. അതായത് ഒരു ഹോംസ്, അതായത് റെസിസ്റ്ററിന്റെ യൂണിറ്റ് ഓംസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഫോണ് എന്നുള്ള കൺസെപ്റ്റ് മാറിയിട്ട് നമ്മൾ ലോഡ്, അതായത് എല്ലാ സംഗതിയും നമ്മൾ റെസിസ്റ്ററിന്റെ യൂണിറ്റ് ആയിട്ടുള്ള ഹോംസിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക പറയാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി കണത്ത് റീഡിങ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യത്തിൽ റെസിസ്റ്റർ അല്ല എന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ ഒരു ഗ്രൗണ്ട് റെസിസ്റ്റൻസ് അല്ല എങ്കിൽ ഇംപെഡൻസ് എന്ന് പറയുമെങ്കിൽ കൂടിയിട്ട് അതിന് നമ്മൾ യൂണിറ്റ് എന്താക്കി എടുക്കുക, ഒരു ഹോംസ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനെ വിളിക്കുക. അപ്പോൾ ഇനി ഒരു പർട്ടിക്കുലർ ഒരു ഫോണിനകത്ത് ഏതെങ്കിലും ഒരു കപ്പാസിറ്റർ മേലത്തെ ഒരു റീഡിങ് നമ്മൾ അനലോഗ് മൾട്ടിമീറ്ററിലോ ഡിജിറ്റൽ മൾട്ടിമീറ്ററിലോ എടുക്കുകയാണ് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കുക, അവിടെ 450 ഹോംസ് അല്ലെങ്കിൽ 200 ഹോംസ് 100 ഹോംസ് എന്നുള്ള ആ ഒരു നമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ഷിഫ്റ്റ് ആവേണ്ടിയിരിക്കുന്നു. അപ്പം എന്ത് ചെയ്യുക, അങ്ങനെ കിട്ടുന്ന നമ്പറിനെ നമുക്ക് അതിൻ്റെ യൂണിറ്റ് ഹോംസ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് വിളിക്കാം. അങ്ങനെയാണ് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അത് ഞാനിപ്പോൾ എടുക്കുന്ന ക്ലാസ് ആ ഒരു ഇംപെഡൻസ് ഗ്രൗണ്ട് റെസിസ്റ്റൻസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫോണ് പ്രോപ്പറായിട്ട് കണക്ഷൻ ഉണ്ടോ കണക്ഷൻ ഇല്ലേ, അല്ലെങ്കിൽ ആ ഡയോഡ് വർക്കിംഗ് ആണോ, കോയിൽ വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ റെസിസ്റ്റർ വർക്കിംഗ് ആണോ, കപ്പാസിറ്ററിൻ്റെ ആ ലൈന് ഓക്കെ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്നൊരു മാറ്റം നിങ്ങൾക്ക് ആദ്യം വേണം. അപ്പോൾ അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നലെ രാവിലെ ഫസ്റ്റ് പറഞ്ഞ അതേ ഒരു അനലോഗ് മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരു ഡിജിറ്റൽ ഒരു കാര്യം, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? അല്ല, എനിക്ക് കൂടെ ഇരിക്കുന്ന നമ്മളെ ബാക്കിയുള്ള ആൾക്കാരോട്, സാറ് വീഡിയോ കട്ടായിട്ടാണ് നിൽക്കുന്നത്, സ്റ്റക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. അത് എനിക്ക് മാത്രമാണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ. നമുക്കില്ല ക്ലിയർ ആണ്. ഓക്കെ, റൈറ്റ്. ഇന്റർനെറ്റിന്റെ പ്രശ്നമാവും. റൈറ്റ്, ഒന്ന് ഞാൻ ചെക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇനി അളക്കാൻ പോകുന്ന എല്ലാ യൂണിറ്റും ബേസ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇനി എന്താണ്, ഹോംസ് എന്നിലേക്ക് എടുക്കുകയാണ്. നമ്മൾ ഇനി ആരോടെങ്കിലും നമ്മളെ ഇനി ഉണ്ടാക്കുന്ന ഏത് ഒരു അളവ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ZXW അതായത് സ്കീമാറ്റിക്സ് നോക്കുന്ന ടൂൾസ് ആണ് എന്നുണ്ടെങ്കിലും അതല്ല ബോർണിയ പോലത്തെ ടൂൾസ് ആണ് എന്നുണ്ടെങ്കിലും അതിൽ കണക്ടറിന്റെ വാല്യൂ നമുക്ക് അവിടെ OL എന്ന് കാണാം, അവിടെ 500 എന്ന് കാണാം, 300 എന്ന് കാണാം, 400 എന്ന് കാണാം, 200, 150, 50, 2, 1 പല നമ്പറുകൾ നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ നമ്പർ നമ്മൾ ഇനി എന്ത് ചെയ്യാണ്, അവിടെ നമ്പർ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് 400 ഹോംസ് എന്ന രീതിയിൽ ആ നമ്പർ നമ്മൾ ഹോംസ് എന്ന യൂണിറ്റിലേക്ക് വിളിക്കും. ഇനി ഹോംസ് എന്ന് പറയാൻ നിർബന്ധമില്ല, അവിടെ 400 ആണ് എന്ന് പറഞ്ഞാലും മതി. എല്ലാ വാല്യൂകളും 1000-ന്റെ താഴത്താണ് ഉണ്ടാവാറുള്ളത്. 1000-ന് മേലേക്ക് പോകുന്നതുമുണ്ട്, ഇല്ല എന്നുള്ള ഒരു അധിക വോൾട്ടേജ് ലൈനിലും 400 ഓംസിന് താഴത്തേക്കാണ്. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രോബ് നമ്മൾ ഷോർട്ട് ചെയ്ത്, അതായത് പ്രോബ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതേപോലെ തട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നീഡിൽ 0ക്ക് വരണം. 0ക്ക് വന്നിട്ട് അതിന് കാലിബ്രേഷൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ നമ്മൾ ഒരു റെസിസ്റ്റർ എടുക്കുകയാണ്. റെസിസ്റ്റർ, ഇവിടെ അനലോഗ്, ഇവിടെ ഡിജിറ്റൽ. 2 മീറ്റർ എടുത്തു. മീറ്റർ എടുത്തിട്ട് നമുക്ക് പ്രൂവ് ചെയ്യിക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട്, കാരണം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയ്യിൽ മൾട്ടിമീറ്റർ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി ഒരു ബേസ് സ്റ്റുഡൻ്റ് അല്ല, ഓൾറെഡി ചെക്കിംഗ് മെത്തേഡും അല്ലെങ്കിൽ മൾട്ടിമീറ്റർ കാര്യങ്ങളും അറിയുന്നത് കൊണ്ടാണ്. റെസിസ്റ്റർ അളക്കൽ ഏതൊരു യൂണിറ്റ് ആണെന്നുണ്ടെങ്കിലും ആ യൂണിറ്റ് എന്താണോ അതിൻ്റെ ഇതിലേക്ക് തിരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് അളക്കുക. അപ്പോൾ വോൾട്ടേജ് ആണെങ്കിൽ വോൾട്ടേജിൻ്റെ ഇതിലേക്ക് നമ്മളിടും. ഇനി അതല്ല റെസിസ്റ്റർ ആണ്, റെസിസ്റ്ററിലേക്ക് ഇടും. ഇനി അതല്ല AC വോൾട്ടേജ് ആണെങ്കിൽ AC വോൾട്ടേജിലേക്ക് ഇടും. ഈ AC DC അത് ഒന്നും സെപ്പറേറ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല. അതൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് അറിയണമായിരിക്കും, AC എന്താ DC എന്താണെന്നുള്ളത്. അപ്പോൾ അനലോഗ് നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ ഡിജിറ്റലിലേക്ക് ഒരു കൺവേർഷൻ നടത്തുകയാണ്. അതിന്റെ ബേസ് ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്,
റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു 100 ഓംസിന്റെ ഒരു റെസിസ്റ്റർ നമ്മൾ എന്ത് ചെയ്യാണ്, അനലോഗ് മൾട്ടിമീറ്ററിൽ എടുക്കുകയാണ്. അനലോഗ് മൾട്ടിമീറ്ററിൽ *1, x1, x2, x3 എന്ന രീതിയിലാണ് വരിക. അത് ഓരോ കേക്ക് അനുസരിച്ചിട്ട് അതിന്റെ ഇത് മാറ്റണം. അത് എന്താണെന്നൊന്നും നമുക്ക് ഇനി അതിലേക്ക് നമ്മളൊന്നും വല്ലാതൊന്നും പോകണ്ട. അത് നമുക്ക് ആവശ്യമേ ഇല്ലാത്ത ഒരു വിഷയമാണ് അനലോഗ് മൾട്ടിമീറ്റർ. അതിലേക്ക് നമ്മൾ കടക്കേനെ വേണ്ട. അതുകൊണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ എന്ത് ചെയ്യാണ്, ബേസ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു ഓംസ് ആണെന്നുള്ളത്. റെസിസ്റ്റർ നമ്മൾ അടക്കളയിലാണ് ഓംസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു 100 ഓംസിന്റെ റെസിസ്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, മൾട്ടിമീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് മൾട്ടിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിൽ അതിന്റെ ഡയറക്ഷൻ ഓംസ് എന്നുള്ള രീതിയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അനലോഗ് മൾട്ടിമീറ്ററിൽ നമ്മൾ അളക്കുകയാണ്. എന്ത് ഒരു 100 ഓംസിന്റെ റെസിസ്റ്റർ അളക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എത്ര ആയിരിക്കും അനലോഗില്, അറിയോ? ഹലോ, പറഞ്ഞോ. അനലോഗ് മൾട്ടിമീറ്ററിൽ കിട്ടുന്ന റീഡിംഗ് എത്ര ആയിരിക്കും? 100 ഓംസ് തന്നെ ആയിരിക്കും. അതേ ഓംസ് തന്നെ ആയിരിക്കും ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ. കാരണം അതിന്റെ ബേസ് യൂണിറ്റ് ഓംസ് ആണ്. രണ്ടിലും നമ്മൾ റെസിസ്റ്റർ ആണ് അളക്കുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് ഓംസ് ആയതുകൊണ്ട് നമ്മൾ യൂണിറ്റ് ഓംസിലിട്ട് അളക്കുന്നു. എത്രയാണോ നമുക്ക് കിട്ടുന്ന റെസിസ്റ്റൻസ് അതേ സെയിം റെസിസ്റ്റൻസ് ആയിരിക്കും അനലോഗ് മൾട്ടിമീറ്ററിലും ഡിജിറ്റൽ മൾട്ടിമീറ്ററിലും എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതായത് ഇതിൽ കിട്ടുന്ന അതേ സെയിം വാല്യൂ ആയിരിക്കും ഡിജിറ്റൽ മൾട്ടിമീറ്ററിലും കിട്ടുക. അത് നിങ്ങൾ എന്ത് ചെയ്യുക, അന്ന് പോയിട്ട് ഒരു 100 ക്യാൻ്റെ 2 റെജിസ്റ്റർ, 50 ക്യാൻ്റെ 2 റെജിസ്റ്റർ വാങ്ങുക. അല്ലെങ്കിൽ ഫോണിൽ നിന്ന് ഒരു റെജിസ്റ്റർ എന്ത് ചെയ്യുക, ഊരിയെടുത്തിട്ട് അനലോഗ് മൾട്ടിമീറ്റർ യൂസ് ചെയ്യുന്നവരുണ്ട്. അനലോഗ് മൾട്ടിമീറ്റർ നോക്കുമ്പോഴും കാലിബ്രേഷൻ ചെയ്തിട്ട് നോക്കുമ്പോൾ 100 ഓംസ് ആണെങ്കിൽ 100 ഓംസ്, ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ 100 ഓംസ് ആണെങ്കിൽ 100 ഓംസ്. ഇതിലേക്ക് യാതൊരു ഡൗട്ടോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ഫോർ എക്സാമ്പിൾ ഒരു ബാറ്ററിന്റെ വോൾട്ടേജ് 4 വോൾട്ട് ഉള്ള ഒരു ബാറ്ററി എടുത്തിട്ട് നമ്മൾ വോൾട്ടേജ് അനലോഗ് മൾട്ടിമീറ്ററിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാലും ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ മെഷർ ചെയ്ത് കഴിഞ്ഞാലും 4 വോൾട്ട് തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ക്ലിയർ? അത് ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ അത് മനസ്സിലാക്കുക. പിന്നെ ഈ ഡിജിറ്റൽ മൾട്ടിമീറ്ററിലെ നമ്മൾ ബാറ്ററി കണ്ടന്റ് ചെക്ക് ചെയ്യുമ്പോൾ റെഡ് പോസിറ്റീവിൽ തന്നെയാണോ വെക്കേണ്ടത്? അല്ലല്ല, അത് നേരെ തിരിച്ചിട്ട് വെക്കണം. അത് ഇന്നലത്തെ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇംപെഡൻസ് ചെക്ക് ചെയ്യും, അതിലേക്ക് നമുക്ക് വരാം. അതിപ്പോ ഇതിന് കഴിഞ്ഞ പാട് നമ്മൾ അതിലേക്കാണ്ട് എത്തും. അവിടെ ചെറിയൊരു മാറ്റം കൂടി വരാനുണ്ട്. ആദ്യം നമ്മൾ അതിന്റെ ബേസ് പഠിക്കണം. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒന്നാമത് ഈ കാര്യങ്ങളിൽ യാതൊരുവിധ സംശയം ഇല്ലാത്ത രീതി തന്നെ പോകണം. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ പലപ്പോഴും അനലോഗ് മൾട്ടിമീറ്ററിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു നീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുള്ള ചെക്കിംഗ് മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ഒഴിവാക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് കിട്ടുന്ന ഇന്നലെ നിങ്ങളെ ബാറ്ററി കണത്ത് റീഡിങ് എടുത്തിട്ടുണ്ടാവും. കുറേ ആളുകൾ ഒരുപാട് റീഡിങ് പല മോഡലിലും പല റീഡിങ് അയച്ചിട്ടുണ്ട്. 100, 200, 300, 500, 600 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ നമ്പർ സിസ്റ്റത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, മാറ്റാൻ വേണ്ടിയിട്ടാണ് അതിന്റെ ബേസ് എന്താണെന്നുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്ത് കുറയും, എന്താ കുറയാ? കറന്റ് ഫ്ലോ കുറയും. ഓക്കെ. അപ്പൊ ഈ ഒരു ആരോ മാർക്ക് എന്ത് ഞങ്ങൾ മറക്കാതിരിക്കുക. 6ന്റെ മേലേക്ക് ഇട്ട് 6 കൂടുമ്പോൾ I കുറയും എന്നുള്ള ഈ ഒരു ആരോ മാർക്ക് നിങ്ങൾ മനസ്സിലുണ്ടാവുക. ഇനി അതല്ല I ആണ് ഇവിടെ കൂടണമെന്നുണ്ടെങ്കിൽ 6 നേരം ചെയ്യും തിരിച്ച് വരുന്നുള്ളതും അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നത്, 200 ഓംസിന്റെ ഒരു റെസിസ്റ്റർ എടുക്കുകയാണ്. അത് അനലോഗ് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും എത്ര കിട്ടുക, 200 ഓംസ് ആണ് കിട്ടുക. ഡിജിറ്റൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും 200 ഓംസ് ആണ് കിട്ടുക. ഇതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇനി അതല്ല, അതേ സംഗതി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വോൾട്ടേജ് ചെക്ക് ചെയ്യാണ് വിചാരിക്കുക. വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഒരു 5 വോൾട്ട്. 5 വോൾട്ട് നമ്മൾ അനലോഗ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 വോൾട്ടാണ് കിട്ടുക. ഡിജിറ്റൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും 5 വോൾട്ടാണ് കിട്ടുക. അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നോക്കി വെക്കുക. ഡിജിറ്റൽ ആകുമ്പോൾ നമുക്ക് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലത്തെ നമ്പറുകളാണ് കാണിക്കുക. 100, 200, 300 നമ്പർ ആയിട്ട് തന്നെ കാണിക്കും. ഇനി അത് കേൻ്റെ മേലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, 1K 2K അങ്ങനെ കാണിക്കും. ഇനി അതല്ല 1000, 2000 വെച്ച് കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ ബേസ് റെസിസ്റ്ററിന്റെ ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംസ് ആണ്. അപ്പോൾ 1000 ഓംസ് ആണ് 1K കിലോ ഓംസ് എന്ന് പറഞ്ഞത്. അങ്ങനത്തെ ബേസ് ആയിട്ട് നോളജ് നിങ്ങൾക്ക് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനത്തെ ബേസ് നോളജ് ഇല്ലാത്ത ആരും ഇല്ലല്ലോ. K എന്താണ്, മെഗാ ഓംസ് എന്താണെന്ന് അറിയാത്തവർ ആരും ഇല്ലല്ലോ. ഉള്ളവരുണ്ടാ? ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ പറയണം.
ഉണ്ട് പറയും. അതായത് 1000, അതായത് ഒരു SI ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു ബേസ് യൂണിറ്റ് ഉണ്ടാവും. ബേസ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പച്ചക്കറി കടയിൽ പോയിട്ട് 1 കിലോ അരി വാങ്ങുകയാണെങ്കിൽ അതിന്റെ ബേസ് യൂണിറ്റ് 1 കിലോഗ്രാം എന്നുള്ള അതാണ് അതിന്റെ ബേസ് യൂണിറ്റ്. അതേപോലെ തന്നെ എല്ലാത്തിനും ഒരു ബേസ് യൂണിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള സംഗതി എടുക്കുകയാണെങ്കിൽ അതിന്റെ ബേസ് യൂണിറ്റ് എന്താണ്? 1 ലിറ്റർ ആണ്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മളൊരു ടൈമിന്റെ ഒരു SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയില്ല 1 സെക്കൻഡിലാണ് പറയുക, അല്ലാതെ 1 മിനിറ്റിൽ നമ്മൾ പറയില്ല. അതിന്റെ ബേസ് യൂണിറ്റ് 1 സെക്കൻഡ് ആണ്. അപ്പോൾ 60 സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ 1 മിനിറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ ഇതിന്റെ ഒരു യൂണിറ്റ് ആണ് ഓംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ 1000 ഓംസ്, ഒരു ഓംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് യൂണിറ്റ്. അങ്ങനെ 1000 ഓംസ് കൂടിയതാണ് എന്ത്? 1 ഓംസ്, അല്ല 1 കെ. 1000 ഓംസ് കൂടിയതിന് നമ്മൾ 1 കെ എന്ന് പറയും. അതേപോലെ തന്നെ 2000 ഓംസിന് എന്ത് പറയും? അതിന് 2 കെ എന്ന് പറയും. അതെങ്ങനെ മെഗാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം വെച്ചാൽ മെഗാ ഓംസ് അങ്ങനെ കൂടി പോകുന്നുള്ളതാണ്. അത്ര മെഗാ ഓംസ് ഓംസിലേക്ക് നമുക്ക് അതിന്റെ എന്താ പറയുക ബേസ് യൂണിറ്റ് പഠിക്കണം. നമുക്കൊരു 1 കെ, 2 കെ, 100 കെ, 200 കെ, 300 കെ അതിന്റെ ഉള്ളിലുള്ള കണക്കുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിന്റെ ജിഗാ ഓംസിന്റെ അപ്പുറത്തേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ 1 ഓംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ ആണ് 1 ഓംസ്. അങ്ങനെ 1000 ഓംസ് കൂടിയാൽ അതിന് 1000 ഓംസ് എന്ന് പറയും. അപ്പോൾ 1000 നമ്മൾ എന്ത് ചെയ്യും? 1 കെ എന്ന് പറയും, 1 കിലോ ഹോം എന്ന് പറയും. 2000 ഓംസ് ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? 2 കിലോ ഹോം എന്ന് പറയും. 3000 ഓംസ് ആണെങ്കിൽ 3 കിലോ ഓംസ് എന്ന് പറയും. അതാണ് അതിന്റെ ബേസ് എന്ന് പറഞ്ഞത്. അത് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പൊ 100 ഓംസ് ഉള്ള സാധനം രജിസ്റ്റർ അനലോഗിലും ഡിജിറ്റൽ ആക്കി കഴിഞ്ഞാൽ 100 എന്ന് കിട്ടും. അപ്പോൾ വോൾട്ടുകൾ അളക്കുമ്പോഴും അതേപോലെ തന്നെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു രജിസ്റ്റർ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ ഇനി ഡിജിറ്റൽ അനലോഗ് മൾട്ടിമീറ്റർ ഉപയോഗിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നീഡിൽ റൈറ്റ് സൈഡിൽ നിന്നാണ് യൂണിറ്റ് അളക്കുക, വലത്തെ സൈഡിൽ നിന്ന് ഇടത്തോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അതിന്റെ യൂണിറ്റ്. രജിസ്റ്റർ അളക്കുമ്പോൾ അളക്കൽ വലത്തെ സൈഡിൽ 0 കാലിബ്രേഷൻ ചെയ്തിട്ട് വേണം ഈ സൈഡിലേക്കാണ് എത്രയാണ് നമ്പർ നോക്കിയിട്ടാണ് എത്രയെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇന്നലെ കുറെ ആളുകൾ എന്ത് ചെയ്ത് ഒരു ഫോണിന്റെ നിങ്ങളെ ഫോൺ ഗ്രൂപ്പിൽ നോക്കിയിട്ടുണ്ടാവും. കുറെ ഫോണിൽ എന്തുണ്ടാവും? 400, 300 എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ 300 എന്ന് ഇത്രയും ദിവസം നമ്മളിതിൽ ഉണ്ടായിരുന്ന ഷർഫാൻക ചെക്ക് ചെയ്യുന്നത് അതിന്റെ ഒരു പെർസെൻറ്റേജ് നോക്കിയിട്ടായിരുന്നു, അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് ഇത്ര സൈഡിലേക്കാണെന്ന് നോക്കിയിട്ടായിരുന്നു അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കി ഇന്നലെ ക്ലാസ്സിന് വന്നു. നമ്മൾ അതിന്റെ നമ്പർ നോക്കാൻ പറഞ്ഞപ്പോൾ മൂപ്പർക്ക് എന്ത് ചെയ്ത് കുറച്ച് നമ്പറുകൾ കിട്ടി. ആ നമ്പറുകൾ ഞാനിവിടെ ഒന്ന് എഴുതി തരാം. കുറച്ച് നമ്പറുകൾ നമ്മളെന്താണ് വി ബാറ്ററി എന്നിട്ടാണ്, ബാറ്ററിന്റെ കണ്ടറാണ്. കിട്ടിയ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ഇത് ഒരു 350, ഒരു 400, അല്ലെങ്കിൽ ഒരു 450. ആ ഓക്കെ, ഒരു റാൻഡമായിട്ടുള്ള കുറച്ച് നമ്പർ 580. ആ നമ്പർ നിങ്ങൾ ഇന്നലെ മാത്രമാണോ ശ്രദ്ധിച്ചത്? അതിന് മുന്നേ ആ നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ അത് ഓക്കെ. ഇതിൽ നിങ്ങൾക്ക് ഈ നീഡിൽ ഏകദേശം നോക്കിയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയത് കൊണ്ട് ഒരേ ഒരു പൊസിഷനിലാണ് എന്ന് നമുക്ക് തെറ്റിദ്ധാരണ സംഭവിക്കും. പക്ഷേ ഈ ഒരു 350, 400 തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ല. നീഡിൽ തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലല്ലോ, ചെറിയ വ്യത്യാസമല്ലേ ഉണ്ടാവുള്ളൂ. അതെ, കുറച്ച് വ്യത്യാസമുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പെർസെൻറ്റേജ് നോക്കിയിട്ട് വലത്തെ സൈഡിൽ നിന്ന് ഇത്ര ഒരു പകുതി അല്ലെങ്കിൽ 3/4 എന്ന് പറയുന്ന നമ്പർ ശരിയല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെ പറയാൻ കാരണം ഇനി നിങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു 100 ഓംസിന്റെ റെസിസ്റ്റർ തന്നിട്ട് നിങ്ങളോട് അനലോഗ് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് 100ന്റെ അടുത്തുണ്ടാവും. ഇനി അതല്ല നിങ്ങൾക്ക് 90 ഓംസിന്റെ റെസിസ്റ്റർ തരുവാണെങ്കിലും അത് ഇവിടെ ഉണ്ടാവും. ആ 100 എന്ന് പറയുന്ന അവിടെ വന്ന് നിൽക്കും. പക്ഷെ ആ ഒരു ചെറിയൊരു പോയിന്റിന്റെ വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മൾ അത്ര തന്നെ ശ്രദ്ധിക്കൂല. എങ്ങനെ? ഇതേപോലെ നമ്പർ നോക്കിയിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ ആ ഒരു വ്യത്യാസം നമുക്ക് അറിയാൻ സാധിക്കൂല. അത് ക്ലിയർ ആയില്ലേ? അതിൽ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് റെജിസ്റ്റർ നോക്കുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ വോൾട്ടേജ് നോക്കുമ്പോൾ നമുക്ക് 5 വോൾട്ട് നോക്കി കഴിഞ്ഞാൽ 5 വോൾട്ട് കിട്ടും, 10 വോൾട്ട് കഴിഞ്ഞാൽ 10 വോൾട്ട് കിട്ടും. ഇതിലൊന്നും യാതൊരുവിധ വ്യത്യാസങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഇനിയാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഫോണിൽ വരുന്ന ബാറ്ററി കണ്ടർ ആണെന്നുണ്ടെങ്കിലും അതല്ല അതിൻ്റെ പ്രത്യേക ഏരിയയിലുള്ള ബക്ക് കോയിലിൻ്റെ വോൾട്ടേജിൻ്റെ ഇംപെഡൻസ് ആണെന്നുണ്ടെങ്കിലും അതല്ല ഒരു വൈഫൈക്ക് പോകുന്ന ഒരു ക്ലോക്ക് സിഗ്നൽ ആയിക്കോട്ടെ, ഒരു ഡാറ്റ സിഗ്നൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു 1.8 2.8 SD റാമോ PPCPയോ PPU സോക്കോ ഏതെങ്കിലും ഒരു ലൈനിൻ്റെ ഒരു വോൾട്ടേജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ വോൾട്ടേജ് പാസ് ചെയ്യുന്ന ലൈൻ ആയിക്കോട്ടെ,
ആ ലൈനിൽ കിട്ടുന്ന ഒരു നമ്പർ ഉണ്ടാവും. ഇപ്പൊ ഇന്നലെ നിങ്ങൾ VBAT-ൽ എടുത്തത് എത്രയാണോ അതേപോലത്തെ റീഡിങ് നിങ്ങൾക്ക് വേറെയും ഇതിൽ നിന്ന് എടുക്കാണ്ടാവും. അപ്പോൾ അതിലെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 എന്ന് കാണാം, ചിലപ്പോൾ 100 എന്ന് കാണാം, അല്ലെങ്കിൽ 50 എന്ന് കാണാം, അല്ലെങ്കിൽ 0.1 എന്ന് കാണാം, അല്ലെങ്കിൽ 0.2 എന്ന് കാണാം, 0.2 ഇങ്ങനെയൊക്കെ പല പല നമ്പറുകൾ ഉണ്ടാവും. ഈ നമ്പറിനെ പറയുന്ന പേരാണ് ഒന്നെങ്കിൽ നമ്മൾ ഗ്രൗണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയും, അല്ലെങ്കിൽ അതിനെ ഇംപെഡൻസ് എന്ന് പറയും. എന്താണ് ഇംപെഡൻസ്? ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഗ്രൗണ്ട് റെസിസ്റ്റൻസ്. അതായത് നമ്മളൊരു പ്രോബ് എവിടെ വെക്കുന്നത്? ഒരു പ്രോബ് നമ്മൾ ഗ്രൗണ്ടിലാണ് വെക്കുന്നത്. അതുകൊണ്ടാണ് ആ ഗ്രൗണ്ട് ത്രൂ നമ്മൾ ചെക്ക് ചെയ്യുന്ന പാർട്ട് VBAT-ന്റെ പോസിറ്റീവ് ആയതുകൊണ്ട് ഒരു പ്രോബ് എവിടെ പോകുന്നത്? അതിന്റെ ഗ്രൗണ്ടിലേക്കാണ് പോകുന്നത്. ഒരു പ്രോബ് പോകുന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്ന ഏതാണോ ലൈന്, ആ ലൈന്. അപ്പൊ നിങ്ങൾ ഇന്നലെ ചെക്ക് ചെയ്തത് ഏതാണ്? VBAT എന്ന് പറയുന്ന ലൈനാണ്. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുന്നത് VBAT എന്ന ലൈൻ ആയതുകൊണ്ട് ഇത് അതിന്റെ റെഡ് പ്രോബ് അതിന്റെ ഗ്രൗണ്ടിൽ ആയിട്ടുണ്ടാവുക, ഡിജിറ്റൽ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു ഗ്രൗണ്ട് വഴി ഇതിന്റെ, അതായത് മൾട്ടിമീറ്ററിന്റെ ഇത് മെഷർ ചെയ്യണത് ഇതിലൂടെ ഒരു വോൾട്ടേജ് പാസ് ചെയ്ത് ആ വോൾട്ടേജിൽ വരുന്ന വ്യത്യാസങ്ങൾക്കനുസരിച്ചിട്ടാണ് എന്ത് വരിക? നമ്മുടെ മൾട്ടിമീറ്ററിന് അകത്ത് ആ റീഡിങ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞ ക്ലിയർ ആയിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു. അതായത് ഒരു റെസിസ്റ്റർ അളക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു കേൻ്റെ 2 കേൻ്റെ അളക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഒരു വോൾട്ടേജ് ഉണ്ടാവും ഈ പ്രോബിന്റെ. ആ വോൾട്ടേജ് ആ റെസിസ്റ്ററിനകത്ത് കൂടെ കയറി പോയിട്ട് അതിനകത്ത് എത്രത്തോളം കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് എത്രത്തോളം അവിടെ കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ആ ഒരു യൂണിറ്റ് 100 ഓംസ് ആണെങ്കിൽ 200 ഓംസ് ആണെങ്കിൽ 500 ഓംസ് ആണെങ്കിൽ 1K ആണ് എന്നുള്ളത് എന്ത് മനസ്സിലാക്കുന്നത്? നമ്മുടെ മൾട്ടിമീറ്റർ മനസ്സിലാക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മൾ നോക്കുന്ന ഡയോഡ് മോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന റീഡിങ്, അതായത് ബാറ്ററി കണ്ടറിന്റെ റീഡിംഗ് ആണ് എന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു വോൾട്ടേജ് പോകുന്ന ഏത് റീഡിംഗ് ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ ചെക്ക് ചെയ്യൽ അത് ഡയോഡ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡിലാണ് ചെക്ക് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മാറി പോകരുത്. ഡയോഡ് മോഡ് എങ്ങനെ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടാവും. ഈ ഡയോഡ് മോഡ് ഏതാ സിമ്പിൾ കാണുന്നില്ല സാർ. ഡയോഡ് മോഡ് അറിയില്ല? ഡയോഡ് മോഡ് നിങ്ങൾക്ക് ഫോൺ അതിൽ അകത്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ ബാറ്ററി കണ്ടർ ചെക്ക് ചെയ്യണം ഡയോഡ് മോഡാ. ഇവിടെ ഡയോഡ് എന്താണെന്ന് അറിയില്ല. ഇവിടെ ഉണ്ടല്ലോ ഡയോഡ്, ഇവിടെ ഉണ്ടല്ലോ ഡയോഡിന്റെ ഇത് കണ്ടോ നിങ്ങള്? ഇത് കണ്ടോ ഡയോഡിന്റെ മോഡ് കണ്ടോ ഒരു സാധനം? ഡയോഡിന്റെ സിമ്പിൾ അറിയില്ല നിങ്ങൾക്ക്? ഡയോഡിന്റെ സിമ്പിൾ അറിയില്ല? ഓൾറെഡി ഒരു പഠിച്ചു വന്നാലും നിങ്ങൾ ഇതാണ് സാധനം ഡയോഡ്. ഇത് ബാറ്ററി കണ്ടർ ചെക്ക് ചെയ്യലോ ഡയോഡ് മോഡിലാ? അതിലേക്ക് വരാം. ബാറ്ററി കണ്ടർ എന്നല്ല, നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്ന എല്ലാതും ആ മോഡിലാണ് ചെക്ക് ചെയ്യുന്നത്. എക്സ്പെക്ട് വോൾട്ടേജ്, അതേപോലെ തന്നെ റെസിസ്റ്റർ, അതായത് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ഒരു റെസിസ്റ്റർ എടുത്തിട്ട് നമ്മൾ ചെക്ക് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യലാണ് ഡയോഡ് മോഡ് എന്ന് പറയുന്ന മോഡിലാണ്. നമുക്ക് പർട്ടിക്കുലർ വോൾട്ടേജ്, റെസിസ്റ്റൻസ്, വേറെ എന്തെങ്കിലും യൂണിറ്റ് നമ്മൾ അളക്കുന്നുണ്ടോ അതൊന്നും ഇനി എന്തില്ല, നമ്മൾ മദർ ബോർഡുമ നോക്കൂല. മദർ ബോർഡുമ നമ്മൾ ഒരു ബാറ്ററി കണക്ട് ചെയ്യാതെ, ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് ഇല്ലാത്ത സമയത്ത് ഇതേപോലത്തെ കണ്ടീഷനിൽ നിങ്ങളെ കയ്യിൽ ഒരു ബോർഡ് കിട്ടിയിട്ട് ഒരു 1.8 വോൾട്ടേജ് വരുന്ന ഒരു ലൈനിൽ എത്ര ഇംപെഡൻസ് ഉണ്ട് എന്ന് ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ് എങ്കിൽ, അല്ല എങ്കിൽ ബാറ്ററി കണക്ടറിൽ നിങ്ങൾ ഇന്നലെ എടുത്ത റീഡിംഗ് എത്രയാണോ ആ റീഡിംഗ് പറയുന്ന പേരാണ് എന്ത്? ഇംപെഡൻസ് അല്ലെങ്കിൽ ഗ്രൗണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്തിലാണ്? ഡയോഡ് മോഡിലാണ് ചെക്ക് ചെയ്യുക എല്ലാതും. എക്സ്പെക്ട് വോൾട്ടേജ് അല്ലെങ്കിൽ പർട്ടിക്കുലർ യൂണിറ്റ്, അതായത് നിങ്ങൾക്ക് ഒരു വോൾട്ടേജ് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡയോഡ് മോഡ് ഇടാൻ കഴിയില്ല. ഒരു റെസിസ്റ്റർ അളക്കണം എന്നുണ്ടെങ്കിലും ഡയോഡ് മോഡിൽ ഇടാൻ കഴിയില്ല. അതേപോലെ തന്നെ കപ്പാസിറ്റൻസ് അളക്കണം എന്നുണ്ടെങ്കിലും ഡയോഡ് മോഡിൽ ഇടാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇനി ഡയോഡ് മോഡിൽ ഇട്ട് അളക്കാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി ഉണ്ടോ ഇല്ലയോ, അല്ല എന്നുണ്ടെങ്കിൽ ആ ലൈന് ഷോർട്ട് സർക്യൂട്ട് ആണോ ലീക്കേജ് സർക്യൂട്ട് ആണോ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന മോഡിന്റെ പേരാണ് ഡയോഡ് മോഡ്. പറഞ്ഞോളൂ. ഒരു ഡൗട്ട്, അതായത് ഇപ്പൊ നമ്മൾ ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ ഇന്നലെ നമ്മൾ പിന്നെ അനലോഗില് നമ്മൾ ചെക്ക് ചെയ്ത്, അതായത് അനലോഗില് പോസിറ്റീവ് ബാറ്ററി വോൾട്ടിന്റെ അവിടെയും കൊടുത്തിട്ടാണ് നമ്മൾ ഇന്നലെ റീഡിംഗ് എടുത്തത്. അതിപ്പോ ഡിജിറ്റലിലേക്ക് മാറുമ്പോൾ സാറ് പറഞ്ഞത് നമ്മൾ ഇതേ ഇതിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത്
പോസിറ്റീവ് പോള് പിന്നെ ഗ്രൗണ്ട് ചെയ്തിട്ട് ഡയോഡ് മോഡിൽ ഇട്ടിട്ടാണോ നമുക്ക് ഈ റീഡിങ് എടുക്കാൻ പറ്റുക? ഈ ബാറ്ററി വോൾട്ടേജ് എല്ലാ അതായത് ഡിവൈസ് സെയിം ഇത് ആ അതായത് അതാണോ സാർ നമ്മള് ഇപ്പൊ പറഞ്ഞ? ഇല്ല, നിങ്ങൾ പറഞ്ഞ ഇതിലേക്ക് നമ്മൾ മാറിയിട്ടില്ല. ഞാൻ അതിന്റെ ബേസിലേക്ക് വരികയാണ്. എങ്ങനെ എന്താണ് ഇതിൽ ചെറിയൊരു ഓക്കെ ഓക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട്. അതായത് ഇതിലേക്ക് ഡിജിറ്റൽക്ക് മാറുമ്പോൾ നമ്മൾ രജിസ്റ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും സമയം ഉദാഹരണം പറയാം. ഇനി നേരെ ഇംപഡൻസിലേക്ക് മാറുന്ന സമയത്ത് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. അതായത് ഡയോഡ് മോഡ് എന്ന് പറയുന്ന മോഡിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇനി എല്ലാ സംഗതി നമ്മൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഡയോഡ് മോഡ് ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100K അല്ലെങ്കിൽ 100 ഹോംസിന്റെ റെസിസ്റ്റർ നമ്മൾ ഒരു റെസിസ്റ്റർ എന്ന് പറയുന്ന യൂണിറ്റിൽ ഇട്ടിട്ട് നമ്മൾ അളക്കുമ്പോൾ അവിടെ 100 ഓംസ് നിങ്ങൾക്ക് കാണിക്കും. പക്ഷെ ഡയോഡ് മോഡിലുള്ള സമയത്ത് ഇതിന്റെ വാല്യൂ വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മൾ അളക്കുന്ന ഗ്രൗണ്ട് റെസിസ്റ്റൻസ് ഇംപഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡ് മോഡിലാണ്. കാരണം ഡയോഡ് മോഡിൽ അളക്കുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു യൂണിറ്റ് അല്ല അളക്കുന്നത്. കാരണം മദർ ബോർഡിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? കപ്പാസിറ്റർ വരുന്നുണ്ട്, റെസിസ്റ്റർ വരുന്നുണ്ട്, കോയിൽ വരുന്നുണ്ട്, പവർ IC, ചാർജിങ് IC, CPU, ഇങ്ങനെ കുറേ സംഗതികൾ അടങ്ങിയിട്ടുള്ള ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ ഒരു ബോർഡാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു VBAT പോയിട്ട് നമ്മൾ അളക്കുന്നത്. അതായത് ഈ പ്രോബിന്റെ ഹെഡിൽ ഞാൻ പറഞ്ഞു, ഓരോ മൾട്ടിമീറ്ററും ഔട്ട്പുട്ടിലുള്ള ഡയോഡ് മോഡിലുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്നലെ ചാർട്ട് നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതിൽ ഒരേ പാറ്റേൺ വരുന്ന ഡിവൈസുകൾ അതിലുണ്ടാവും. ഒരേ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു iPhone 6 അല്ലെങ്കിൽ സാംസങ്ങിന്റെ A50 ബാറ്ററി കൺട്രോൾ എടുക്കുന്ന വാല്യൂ നമ്മൾ ഈ ഒരു ഡയോഡ് മോഡിൽ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ മൾട്ടിമീറ്റർ മാറുന്നതിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെയും റീഡിങ്ങിൽ വ്യത്യാസം വരും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ്, അതായത് മൾട്ടിമീറ്ററിന്റെ പുറത്ത് നിന്ന് വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് ചില ഡിവൈസുകൾ 1 വോൾട്ടേ ഉണ്ടാവുള്ളൂ, ചില ഡിവൈസുകൾ 3 വോൾട്ട് ഉണ്ടാവും, ചില ഡിവൈസുകൾ അതായത് മൾട്ടിമീറ്ററിന്റെ ഡയോഡ് മോഡിലുള്ള സമയത്ത് ഇവിടെ ഒരു വോൾട്ടേജ് വരും. ആ വോൾട്ടേജ് ആണ് പറയുന്നത്. ഫ്ലൂക്കിന്റെ പേരിൽ ചിലപ്പോൾ 1.8 വോൾട്ട് 2 വോൾട്ട് ഉണ്ടാവുള്ളൂ. ചില മൾട്ടിമീറ്റർ ചിലപ്പോൾ 3 വോൾട്ട് വരും, ചില മൾട്ടിമീറ്റർ ചിലപ്പോൾ 1 വോൾട്ട് വരാം. അപ്പോൾ ആ ഒരു വോൾട്ടേജ് സംഭവിക്കുന്നത് ഗ്രൗണ്ടിൽ പോസിറ്റീവ് കൊടുത്ത് അതിലൂടെ പാസ് ചെയ്തിട്ട് ആ ഒരു ചെറിയൊരു മൈന്യൂട്ട് വോൾട്ടേജ് നമ്മുടെ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റോബ് നമ്മൾ വേബാറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അതിലൂടെ കടന്നു പോകുന്ന ആ ഒരു വേരിയേഷൻ മനസ്സിലാക്കിയിട്ടാണ് എന്ത് കാണിക്കുന്നത്, നമ്മുടെ ഇവിടെ 100, 200, 300 എന്നുള്ള ആ ഒരു നമ്പർ കാണിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഈ പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാവില്ല തോന്നുന്നു. ക്ലിയർ ആയവരൊന്ന് പറഞ്ഞോളൂ, മനസ്സിലാവാത്തവർ നിങ്ങൾ ചോദ്യം നിങ്ങൾ ചോദിക്കുകയും ചെയ്യാം. ക്ലിയർ ആയി? ഒന്നും കൂടി പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ഒരു റെസിസ്റ്റർ എന്ന് പറയുന്നത് ഒരു കമ്പോണന്റ് ആണ്, അതിന്റെ യൂണിറ്റ് ഓംസ് ആണ്. അതേപോലെ തന്നെ ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യൂണിറ്റ് AC ആണെങ്കിൽ AC വോൾട്ടേജ്, DC ആണെങ്കിൽ DC വോൾട്ടേജ് ആയിക്കോട്ടെ. അപ്പൊ രണ്ടും അളക്കുന്നത് 2 രീതിയിലാണ്. AC അളക്കുന്നത് 2 രീതിയിലാണ്, DC അളക്കുന്നത് വേറെ മോഡിലാണ്. അപ്പോൾ AC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സൈനുസോയിഡൽ ഫോം ആണ് ഇങ്ങനെ വരുന്നത്. DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആണ്. അപ്പൊ ഈ 2 സാധനവും ഇങ്ങനെ പറയുകയാണെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ തക്കാളി നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഇതിൽ വാങ്ങുന്നതും 1 ലിറ്റർ ഇതിൽ വാങ്ങുന്നതും അളവ് വ്യത്യാസം ഉണ്ടാവും. അതായത് നമ്മളൊരു വെയിറ്റ് എടുക്കുന്ന ഇതിലെടുത്തിട്ട് നമ്മൾ 1 കിലോ തക്കാളി വാങ്ങി കഴിഞ്ഞാൽ കറക്റ്റ് 1 കിലോ ഉണ്ടാവും. നേരെ മറിച്ച് 1 കിലോ വെള്ളം അല്ലെങ്കിൽ ഒരു വാട്ടർ അല്ലെങ്കിൽ ഓയിൽ നമ്മൾ അതിൽ തൂക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് നമ്മൾ ഇത് അളക്കുന്ന സമയത്ത്, അതായത് വോൾട്ടേജ് എന്ന് പറയുന്ന DC വോൾട്ടേജ് എന്ന് പറയുന്ന ആ ഒരു എന്തിലേക്ക് ഇടണം, പ്രോബിലേക്ക് ഇടണം. നമ്മൾ റെസിസ്റ്റർ ആണ് അളക്കണത് എന്നുണ്ടെങ്കിൽ റെസിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു മോഡിലേക്ക് ഇടണം. ഇനി അതല്ല നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് അളക്കണത് എങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഡയോഡ് മോഡ് എന്ന മോഡിലേക്ക് ഇടണം. ഞാൻ ഒന്നും കൂടി വരച്ചു തരാം, നിങ്ങൾക്ക് ഇനി ഡൗട്ടുള്ളവരും ചെയ്തോളൂ, ഒന്ന് എഴുതി വെച്ചോളൂ. ഇത്തിരി വലുതാക്കിയിട്ട് വരയ്ക്കണേ, കാണുന്നില്ല. ഇത് ഒന്ന് സൂം ചെയ്ത് നോക്ക്, ഞാൻ സൂം ചെയ്ത് തരാം. ഇത് സൂം ചെയ്താ ഓക്കെ ആണോ? ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല സാർ. ഉണ്ട്, ആളുണ്ട്, ആളോടെ ഉണ്ട്.
നമുക്ക് സൂമിങ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതായത് നമ്മൾ അളക്കുന്നത് വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഡി സി വോൾട്ടേജ് എന്ന് പറയുന്ന ആ ഒരു മോഡിലേക്ക് മാറ്റണം. ഇനി അതിൽ എ സി ആണ് എന്നുണ്ടെങ്കിൽ എ സിയുടെ മോഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. നിങ്ങൾക്ക് എന്തുണ്ടാവും, ഇതേപോലത്തെ സിമ്പിൾ ഉണ്ടാവും. ഡി സി വോൾട്ടേജ് ആണെങ്കിൽ ഡയറക്റ്റ് ലൈൻ ഉണ്ടാവും. ഇനി അതല്ല റെസിസ്റ്റർ ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ എന്തുണ്ടാവും, ഒരു ഹോംസിന്റെ സിമ്പിൾ ഉണ്ടാവും. ഇനി അതല്ല നമ്മൾ അളക്കുന്നത് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് ഗ്രൗണ്ട് റെസിസ്റ്റൻസ്. ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ നിങ്ങൾ ബാറ്ററി കണ്ടർ ചെക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു, ഒരു പ്രോബ് ഗ്രൗണ്ടിൽ വെച്ച് ഒരു പ്രോബ് നമ്മൾ ചെക്ക് ചെയ്യുന്ന വി ബാറ്റിന്റെ പോസിറ്റീവിൽ വെച്ച്, അതിനെ പറയുന്ന പേരാണ് ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ അതിനെ പറയുന്ന ഒരു പേരാണ് ഒന്നെങ്കിൽ നമ്മൾ ഇംപെഡൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഗ്രൗണ്ട് റെസിസ്റ്റൻസ് എന്ന് വിളിക്കും. അത് ഏത് പേരിട്ട് വിളിച്ചാലും അതിന്റെ ആകെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമ്മൾ ചെക്ക് ചെയ്യലാണ് ഈ ഡയോഡിന്റെ ഒരു മോഡിൽ ഇട്ടിട്ടാണ് അത് ചെക്ക് ചെയ്യുക. ഈ പറഞ്ഞ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? Yes, yes. അപ്പോ Clear ആയി. ഇന്നലെ നിങ്ങൾ ബാറ്ററി കണ്ടറിന്റെ റീഡിങ് നിങ്ങൾ ഇന്നലെ എടുത്തിട്ടുണ്ടാവും. അത് ഇതിൽ അതിന്റെ പേരെന്താണ്? അപ്പോ ഇതിൽ ഏത് ഇതിലാണ് വരുന്നത്? Impedance. ഇംപെഡൻസ്. ക്ലിയർ ആയില്ലേ? അപ്പൊ അതിനെ പറയുന്ന പേര് ഇംപെഡൻസ്. ഇംപെഡൻസ്. അപ്പൊ അത് ക്ലിയർ ആയില്ലേ? അതിൽ നിന്ന് ഇംപെഡൻസ്, അതായത് റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അളക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻസിനെ അളക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, റെസിസ്റ്റർ എന്ന് പറയുക. അതുകൊണ്ടാണ് നമ്മൾ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സംഗതി ബോർഡ് ചെക്ക് ചെയ്യുമ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് വേണം ചെക്ക് ചെയ്യാൻ എന്ന് പറയുന്നത്. കാരണം ആ റെസിസ്റ്റർ നമുക്ക് മദർ ബോർഡും വെച്ച് ചെക്ക് ചെയ്യുമ്പോൾ, കാരണം ഇതിന്റെ അക്രോസ് വരുന്ന മൾട്ടിമീറ്ററിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് മറ്റുള്ള സെക്ഷനിലേക്കും പോകുമ്പോൾ കറക്റ്റ് വാല്യൂ അതിന് കിട്ടാതെ വരും. അതുകൊണ്ടാണ് നമ്മൾ കമ്പോണൻസ് മദർ ബോർഡിൽ നിന്ന് എടുത്തിട്ട് ചെക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി ഇവിടെ അങ്ങോട്ട് ചെക്ക് ചെയ്യാൻ പോകുന്ന 90% അത് മനസ്സിലായില്ല. ഒന്നുകൂടി ഒന്ന് പറയാം. അതായത് സാർ ഇപ്പൊ കമ്പോണൻസ് എടുക്കണം, അതിനൊന്നും കൂടി ഒന്ന് പറയാം. മദർ ബോർഡും അല്ലേ നമ്മൾ പറഞ്ഞല്ലോ. അതായത് മൾട്ടിമീറ്ററിന്റെ ഔട്ട്പുട്ടിൽ ഒരു വോൾട്ടേജ് വരും. ആ വോൾട്ടേജിന്റെ ഡ്രോപ്പ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അതിൽ കിട്ടുന്ന റീഡിങ് എന്ന് നമ്മൾ പറഞ്ഞു. അതായത് അതിൽ കാണിക്കുന്ന നമ്പർ എത്രയാണോ നമ്പർ, അതിന്റെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ്. അത്ര ഇതിന്റെ ബാക്കിലോട്ട് പോകണ്ട. അതായത് മദർ ബോർഡ് ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ മൾട്ടിമീറ്റർ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് ഉണ്ടാവും. ആ വോൾട്ടേജ് എങ്ങനെയാണ് ആ റെസിസ്റ്ററിന് അക്രോസ് കൂടെ പോയിട്ട് അതിൽ നിന്ന് എത്രത്തോളം വോൾട്ടേജ് ഡ്രോപ്പ്, കറണ്ട് ഡ്രോപ്പ് മനസ്സിലാക്കിയിട്ടാണ് ആ റെസിസ്റ്റർ ഇത്ര ഓംസ് ആണ്, ഇത്ര കിലോ ഓംസ് ആണ്, ഇത്ര മെഗാ ഓംസ് ആണ് എന്നുള്ളത് ആ മൾട്ടിമീറ്റർ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ആ ഡ്രോപ്പ്, അതായത് ആ ഒരു റെസിസ്റ്റർ മദർ ബോർഡിനെ ഇന്റേണലി ഫിക്സ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്ത് സംഭവിക്കും, ആ വോൾട്ടേജ് റെസിസ്റ്റർ കൂടെ മാത്രമല്ല എന്ത് ചെയ്യുക, പാസ് ചെയ്യുക. മറ്റും കമ്പോണൻസ് മദർ ബോർഡും ഉണ്ടല്ലോ, ഇല്ലേ? അപ്പൊ എന്ത് ചെയ്യും, അതിലൂടെ വോൾട്ടേജ് ഡ്രോപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് വാല്യൂ എന്ത് ചെയ്യൂല, കിട്ടൂല. ക്ലിയർ ആയോ? സോറി സാർ, ഇല്ല, ക്ലിയർ ആയില്ല. അത് എന്താ അറിയോ, ക്ലിയർ ആവാതെ പോയിട്ട് കാര്യമില്ല ചോദിച്ചിട്ടാ. അതായത് ഞാൻ കറക്റ്റ് മനസ്സിലായില്ല. ഒരു റെസിസ്റ്ററിന്റെ കംപ്ലീറ്റ് ഹിസ്റ്ററിക്ക് പോയിട്ടില്ല, 100 ഓംസ്. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു അളക്കുമ്പോൾ ഒരു മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുമ്പോൾ ഇത് 100 ഓംസ് ആണ് കാണിക്കുക. 100 ഓംസ് ആണ് കാണിക്കുക. കാരണം ഇതിന്റെ ലെഗ് തമ്മിൽ എന്തില്ല, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ബന്ധമില്ല. ഇത് മാനുവലി നമ്മൾ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യുമ്പോൾ 100 ഓംസ് കിട്ടും. എന്നാൽ ഇത് മദർ ബോർഡിനകത്ത് വേറെ ഒരു സർക്യൂട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. വേറെ സർക്യൂട്ട് എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു 50 ഓംസിന്റെ ഒരു റെസിസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഇന്റേണലി പ്രിന്റ് ആയിട്ട് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ റെസിസ്റ്റർ എവിടെയെന്ന് അറിയില്ല. എന്നിട്ട് നമ്മളിത് ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ എന്താ കാണിക്കുക, ഏറ്റവും കുറഞ്ഞ റീഡിങ് ഏതാണോ അതാണ് പിന്നെ കാണിക്കുക. ഞാൻ പറഞ്ഞ മനസ്സിലാവണ്ട? മനസ്സിലായി. ഇവിടെ ഓൾറെഡി ഒരു 100 ഓംസിന്റെ റെസിസ്റ്റർ. മനസ്സിലായി. ഇത് നമ്മൾ എന്ത് ചെയ്യാണ്, എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ 100 ഓംസ് കിട്ടും. പക്ഷെ അത് മദർ ബോർഡ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 ഓംസ് കിട്ടൂല. അതിന് കാരണം മദർ ബോർഡിനകത്ത് ഇന്റേണലി കണക്ട് ആയിട്ടുള്ള ഒരുപാട് റെസിസ്റ്റർ, ഒരുപാട് കപ്പാസിറ്റർ, ഒരുപാട് കോയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ വോൾട്ടേജ് ഏറ്റവും കുറഞ്ഞ ഏരിയ ഏതാണോ അതിലൂടെ എന്ത് ചെയ്യുള്ളൂ, ആ വോൾട്ടേജ് പോയിട്ട് റീഡിങ് കിട്ടും. അപ്പൊ ഇതിൽ ഏറ്റവും കുറഞ്ഞത് 50 ആയതുകൊണ്ട് ആ 50 അവിടെ കിട്ടും. ഇത് റെസിസ്റ്ററിന്റെ കേസിൽ ഇതിന് ഇക്വേഷൻ ഉണ്ട്, പാരലൽ ആൻഡ് സീരീസ് ഇക്വേഷൻ ഉണ്ട്. അതെന്താന്നുള്ളത് നമുക്ക് പഠിക്കാം. ആദ്യം ഇംപെഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പൊ ജസ്റ്റ് അത് മനസ്സിലാക്കുക. അപ്പൊ ഏറ്റവും കുറഞ്ഞ, അതായത് നമുക്ക് 2 വാതിലുകൾ തരാണ്. ഒരു എന്താ പറയാ, നമുക്കൊരു ഒരു ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് ഒരു 2 അടിന്റെ ഒരു വാതിൽ, 2 അടി എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള ഒരു വാതിലുണ്ട്.
അതിനിപ്പുറത്ത് ഒരു 8 അടിന്റെ വലിയൊരു വാതിലുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് പോകാനുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ഈ 2 അടിയിലൂടെ നമ്മൾ പോവുക, അതോ ഏറ്റവും വീതി കൂടിയ ആ വാതിലൂടെ നമ്മൾ പോകാൻ ശ്രമിക്കുക? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. വലിയത്. വീതി കൂടി. വലിയ രീതിയിലുള്ള അതേപോലെ തന്നെയാണ് ഈ കറന്റും എന്ന് പറയുന്ന സാധനം അങ്ങനെ തന്നെയാണ്. അവനക്ക് ഏറ്റവും എളുപ്പത്തിൽ അത് ഞാൻ ഇന്നലത്തെ ഒരു ഇലക്ട്രോണിക്സിന്റെ ബേസിക് ഇലക്ട്രോണിക്സിന്റെ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ആറ്റവും ഇലക്ട്രോണിക്സും ന്യൂട്രോണും പ്രോട്ടോണും പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവും. എപ്പോഴും നെഗറ്റീവ് ചാർജ് പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഒരു ബലം അതിന്മേൽ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ അതിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എപ്പോഴും ഗ്രൗണ്ട്, അതായത് നെഗറ്റീവ് ചാർജ്, അതായത് ചാർജ് എപ്പോഴും പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. എവിടെയാണോ നെഗറ്റീവ് ടെർമിനൽ ഉള്ളത് അതിലേക്ക് അത് എപ്പോഴും ചാടാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവനക്ക് എന്തുണ്ട്, അവിടെ നെഗറ്റീവ് ചാർജ് തിരിച്ചല്ലേ എങ്ങനെ സാർ തിരിച്ചല്ലേ കറണ്ട് ഇലക്ട്രോൺസ് നെഗറ്റീവ് എനർജി അല്ലേ? പോസിറ്റീവ് എന്നും കറണ്ട് പോസിറ്റീവ് നെഗറ്റീവ് എന്നാണ്. അങ്ങനെയാണ് രണ്ടും തിരിച്ചാണ്. അത് സർക്യൂട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നതാണ്. അതായത് കറണ്ട് പോകുന്നത് പോസിറ്റീവ് നെഗറ്റീവ്, ഇലക്ട്രോൺസ് നെഗറ്റീവ് പോസിറ്റീവ് ആണ് പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അപ്പോഴും ഓനക്ക് എന്ത് ചെയ്യുക, ഒരു ഏറ്റവും സുഗമമായിട്ട് പോകാനുള്ള വഴിയാണ് അതിലൂടെ പോകും. ഇപ്പൊ നമ്മളൊരു കാലിക്കറ്റിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മളെ എന്താ പറയാ, നമ്മളെ ഹൈലൈറ്റ് മാളിന്റെ അവിടെ ബ്ലോക്ക് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ എന്താ ചെയ്യുക, നമ്മളാണെങ്കിൽ രാമനാട്ടുകര വഴി എന്ത് ചെയ്യും, ടൗണിലേക്ക് എത്താൻ ശ്രമിക്കും. അതേ സെയിം ടെൻഡൻസി ആര് കാണിക്കും, കറന്റും കാണിക്കും. അതായത് അവിടെ എന്തുണ്ട്, ഇവിടെ എന്താ ഉള്ളത്, 100 ഓംസ് ഇവിടെ ഉണ്ട്. പിന്നെ ഓന് വെറുതെ റിസ്ക് എടുത്ത് കൂടെ പോകേണ്ട ആവശ്യമില്ല. ഓനക്ക് 50 ഓംസ് ഉള്ള സാധനം ഇവിടെ ഉണ്ട്. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യും, ഓന് പോയിക്കോളും. അതാണ് മദർ ബോർഡുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സാധനം എടുത്ത് വെക്കുമ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഊരിയിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളതിന്റെ സംഗതി മനസ്സിലായി. അത് മനസ്സിലായില്ലേ? അതിലൊന്നും ഇനി മാറ്റം വരരുത്. ഇനി എന്തെങ്കിലും ഇതുള്ള സമയത്ത് രജിസ്റ്റർ മദർ ബോർഡ് ചെക്ക് ചെയ്തിട്ട് അത് ഇത്ര കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ മാറിപ്പോവും. ചിലപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളുടെ ഫോൺ ഇപ്പോൾ ചിലപ്പം റെഡി ആവാതെ പോകുന്നതും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപെഡൻസിന്റെ ഡെഫിനിഷൻ ഇനി ആർക്കെങ്കിലും പറയാൻ കഴിയും എന്താണെന്നുള്ളത്? ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിഷൻ ആർക്കെങ്കിലും? ഇല്ലേ, ആരുമില്ലേ? ഇവിടെ മനസ്സിലാകാത്തവരാ? ഇംപെഡൻസ് ഡെഫിനിഷൻ മൊത്തത്തില്, അതായത് ഒരു ബോർഡ് മേലുള്ള ഒരു സർക്യൂട്ടുള്ള മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് ആണ് നമ്മള് ബാറ്ററി. ആ ഒരു എനിക്ക് കറക്റ്റ് അതിന്റെ ഇത് അറിയില്ല. മൊത്തത്തിലുള്ള ഒരു റെസിസ്റ്റൻസ് നമ്മള് വാല്യൂ ചെയ്യണതാണെന്ന്. ഇംപെഡൻസ് പറഞ്ഞ ഡയോഡ് മോഡിൽ ഇടുക. നമുക്ക് ഏത് ലൈനത്തെ ഇംപെഡൻസ് ആണോ വേണ്ടത് അതിലേക്ക് നമ്മൾ ഒരു പ്രോബ് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ടോട്ടൽ ആയിട്ട് വരുന്ന ആ ഒരു വാല്യൂവിനെ പറയുന്ന പേരാണ് ഇംപെഡൻസ്. അതിന് യൂണിറ്റ് നമുക്ക് ഓംസ് തന്നെ പറയാം. നിങ്ങൾ ഇംപെഡൻസ് എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് കിട്ടിയ, അതായത് ഇന്നലെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെ ഒരു 10 ഫോണിന് ഡാറ്റ എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൽ എന്തുണ്ടാവും, ബാറ്ററി കൺട്രോൾ നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ ആണ് എന്ത്, ഇംപെഡൻസ് അല്ലെങ്കിൽ GR വാല്യൂ അല്ലെങ്കിൽ ഗ്രൗണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. നമ്മൾ ഇംപെഡൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് എന്ന് മനസ്സിലായി. അപ്പോൾ അത് പല മൾട്ടിമീറ്ററിലും പല റീഡിംഗ് ആവും കാണിക്കുക. അതിന് കാരണം ഫ്ലൂക്ക് എന്ന മൾട്ടിമീറ്ററിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ചിലപ്പോൾ 2 വോൾട്ടേജാ ഇതിനകത്ത് ഔട്ട്പുട്ട് വരുള്ളൂ. അതായത് ഡയോഡ് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, 2 മൾട്ടിമീറ്ററുള്ള സ്ഥാപനമാണ് എന്നുണ്ടെങ്കിൽ ഡയോഡ് മോഡിൽ ഇടുക. എന്നിട്ട് 2 മൾട്ടിമീറ്റർ തമ്മിൽ അങ്ങോട്ടും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. അതായത് ഡയോഡ് മോഡിൽ ഇട്ടിട്ട് ഇതിന്റെ ഔട്ട്പുട്ടിൽ എത്ര വോൾട്ടേജ് വരുന്നുണ്ട് എന്നുള്ളത് വേറൊരു മൾട്ടിമീറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ചിലപ്പം ഇതിന്റെ ഫ്ലൂക്കിൻ്റെതാണെങ്കിൽ ചിലപ്പോൾ 2 വോൾട്ടേജ് ഒക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പം വേറെ ഏതെങ്കിലും മീറ്ററാണ് ചിലപ്പം 3 വോൾട്ടേജ് ഉണ്ടാവാം. ചിലപ്പോൾ വേറെ മീറ്റർ ചിലപ്പോൾ 4 വോൾട്ടേജ് ഉണ്ടാവാം. ചിലപ്പോൾ ചില മീറ്ററിൽ ചിലപ്പം 1 വോൾട്ടേജ് ഉണ്ടാവാം. അപ്പോൾ ഓരോ മീറ്ററിനനുസരിച്ചിട്ടും ഇതിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അങ്ങനെ വ്യത്യാസം ഉണ്ടായത് കൊണ്ട് നമ്മൾ ഒരു ഡയോഡ് മോഡിൽ ചെക്ക് ചെയ്യുമ്പോൾ ഓരോ മീറ്ററിനനുസരിച്ചിട്ടും നിങ്ങൾ ഒരേ മോഡൽ ഡിവൈസ് ആയാൽ പോലും വ്യത്യസ്ത മീറ്ററുകൾ ആയതുകൊണ്ട് വാല്യൂ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇന്നലെ വന്ന ചാർട്ടിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരേ പാറ്റേൺ വരുന്ന ഞാൻ ശ്രദ്ധിച്ച് A30s മാറ്റുണ്ട്, 2 മൊബൈലിലും മാറ്റുണ്ട്. A30s എത്രയാണ് വന്നത്? A30s അതിൽ എത്ര കാണിച്ചത്? ഒന്നില് 300 സംതിങ്, ഒന്നില്
500 അങ്ങനെ എന്തോ ആണ്. ഓക്കെ. അത് രണ്ടും ചിലപ്പം ഒരേ എന്താവൂല മൾട്ടിമീറ്റർ ആവൂല. രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് മൾട്ടിമീറ്റർ ആവും. അപ്പൊ ആ പറഞ്ഞത് ക്ലിയർ ആയോ? ഡൗട്ട് ചോദിക്കട്ടെ? പറഞ്ഞോളൂ. പിന്നെ നമ്മളിപ്പോ മൾട്ടിമീറ്ററിനകത്ത് വോൾട്ടേജ് ഇപ്പൊ 2 വോൾട്ട് വരികയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഏത് ലൈനിൽ കൊടുക്കുന്ന സമയത്ത് പിന്നെ വോൾട്ടേജ് ഏതെങ്കിലും ചെക്ക് ആക്കുകയാണെങ്കിൽ ഡെഡ് വരാൻ ചാൻസ് ഉണ്ട്. മൾട്ടിമീറ്ററിന് പുറത്ത് വരുന്ന വോൾട്ടേജ് അതില് കറണ്ടിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. വോൾട്ടേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചിട്ട് ഒരു 4 വോൾട്ടേജ് ഒന്നും അതിന്റെ ഔട്ട്പുട്ട് വരൂല. ഞാനത് ഉദാഹരണത്തിന് പറയാം. മാക്സിമം ഒരു 2-2.5 വോൾട്ടേജ് വരെയൊക്കെ ഉണ്ടാവുള്ളൂ. CPU ലൈന് പോലത്തെ ലൈനുകളിലേക്കൊന്നും, അതായത് നമ്മൾ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. അതായത് ആ ഒരു പ്രത്യേക ലൈനിലേക്ക് മാത്രമല്ല കൊടുക്കുന്നത്. ടോട്ടൽ ആയിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് അത് ഇതുവരെ അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ടായിട്ടില്ല. പക്ഷേ ചില മൾട്ടിമീറ്റർ ഔട്ട്പുട്ട് 4 വോൾട്ടേജ് ഒക്കെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. മാക്സിമം 2 വോൾട്ടേജ് 2.5 വോൾട്ടേജ് വരെ ഒരു മൾട്ടിമീറ്റർ ഔട്ട്പുട്ടിൽ ഉണ്ടാവാറുള്ളൂ. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാ, അതുകൊണ്ടാണ് ഓരോ മൾട്ടിമീറ്ററിലും വ്യത്യസ്തമായിട്ടുള്ള റീഡിങ് കാണിക്കുന്നത് എന്നുള്ളത്. ഇതും നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇതിലൊന്നും ഒരു ഡൗട്ട് ഉണ്ടാവരുത്. അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ഇതിൽ അയച്ച എല്ലാവർക്കും ആ ഒരു ചാർട്ട് നോക്കിയിട്ട് ഒരേ രീതിയിൽ വരുന്ന ഡിവൈസുകൾ തന്നെ വ്യത്യസ്ത മൾട്ടിമീറ്ററുകൾ വ്യത്യസ്ത റീഡിങ്ങുകൾ കാണിക്കുന്നു. അപ്പോൾ നമുക്ക് അവിടെ വരുന്ന വേറൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയം, ഇനി നിങ്ങൾ സർക്യൂട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒരാളുകളോട് ഡൗട്ട് ചോദിക്കുമ്പോൾ, ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, എന്തെങ്കിലും കാരണം കൊണ്ട് സ്കീമാറ്റിക് സർക്യൂട്ടോ ഇല്ലാത്ത ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ലൈനിൽ നിങ്ങൾക്ക് ഒരു റീഡിങ് വേണം എന്ന് ഒരാളോട് പറഞ്ഞാൽ, എന്നോട് വിളിച്ച് ചോദിക്കുകയാണ് എങ്കിൽ ഞാൻ എൻ്റെ മൾട്ടിമീറ്ററിൽ വരുന്ന റീഡിങ് 300 ആണ് എന്ന് ഞാൻ പറയും. അപ്പോൾ ഇതിൽ പറഞ്ഞ മാതിരി ഈ ആൾക്ക് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ ആ ആൾ പറയും 550 ആണെന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യാണ്, അവിടെ ഈ ഒരു റീഡിങ് 550 300 തമ്മിൽ ഏകദേശം 10-200 250 റീഡിങ്ങിന്റെ വ്യത്യാസം അവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ടായിരുന്നത് എന്ത്, റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് ഫ്ലോ കൂടും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തിയറി നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് വരും, അവിടെ ഒരു പ്രശ്നം വരും. കാരണം എന്താ, നമ്മളെ മൾട്ടിമീറ്ററിൽ കിട്ടുന്നത് 300 ആണ്. പക്ഷേ ഞാൻ ഒരാൾക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ ഓല് പറഞ്ഞോട് 550 ആണ്. അപ്പൊ 300 550 ഒരു 250 ഓംസിന് വ്യത്യാസമുണ്ട്. ആ ലൈൻ എന്താണ്, ഷോർട്ട് സർക്യൂട്ട് ആണ്, ലീക്കേജ് ആണ് എന്ന് ഇന്നലെ പഠിച്ച സ്ഥിതിക്ക് ഇവിടെ എന്ത് ഒരു തെറ്റിദ്ധാരണ വരും. പറഞ്ഞ ക്ലിയർ ആയോ? ഇപ്പൊ പറഞ്ഞ ക്ലിയർ ആയോ? അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്, ഒരു 100 ഓംസിന്റെ റെസിസ്റ്റർ നമ്മൾ ഒരു മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടണം, 100 കിട്ടണം. അതിൽ നമുക്ക് 50 ആണ് കിട്ടുന്നത് എങ്കിൽ ആ റെസിസ്റ്റർ എന്താണ്, ഡാമേജ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോ നിങ്ങളെ കയ്യിൽ ഒരു സെറ്റ് ഉണ്ട്, ഈ നമ്പർ കാണുന്നുണ്ടാവും തോന്നുന്നു. ഇതൊരു സാംസങ്ങിന്റെ A30 ആണ്, ഇതൊരു സാംസങ്ങിന്റെ ഒരു A30 ആണ്. നിങ്ങളെ കയ്യിലുള്ള മൾട്ടിമീറ്റർ വെച്ചിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് 550 കിട്ടി. നിങ്ങൾ അത് ഡൗട്ട് ഉള്ളത് കാരണം വേറൊരാൾ ചോദിച്ചപ്പോൾ ആ ആൾ പറഞ്ഞു 300 ആണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിൽ ഉള്ള ആ ഒരു ഡിഫറൻസ് 250 ആണത് കൊണ്ട് ഇന്നലെ പഠിച്ച അതേ തിയറി പ്രകാരം നമുക്ക് കിട്ടേണ്ട വാല്യൂ 100, പക്ഷെ നമുക്ക് കിട്ടിയത് 50. ഇത് ഡാമേജ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ സെറ്റ് നമുക്ക് ഡാമേജ് ആണ് എന്ന് തെറ്റിദ്ധാരണ അവിടെ ഉണ്ടാവും. ഈ സംഗതി ക്ലിയർ ആയോ? നമ്മൾ പറഞ്ഞുതരാം. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ക്ലിയർ ആവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ അതിലെന്ത് ചെയ്തിട്ടുണ്ടാവും, ഇന്നലെ അയച്ച ഫോട്ടോകൾ നിങ്ങൾ എല്ലാ ഇതെന്ത് ചെയ്യുക, ഒരു ഫോട്ടോ സ്റ്റാറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യുക, എല്ലാ റീഡിങ് എഴുതി വെക്കുക. അല്ലെങ്കിൽ ഒരേ മോഡൽ വരുന്ന റീഡിങ്ങുകൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു പെന്നും പേപ്പർ എടുത്തിട്ട് അത് ഏത് മൾട്ടിമീറ്റർ എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ടൊരു ഡാറ്റ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നുകൂടി പറഞ്ഞുതരാം. അതൊന്നും നമുക്ക് കിട്ടിയില്ല കേട്ടോ, ആ ഫോട്ടോസ് ഒന്നും. ഞാൻ അയച്ചുതരാം. ഒരു റെസിസ്റ്റർ നമ്മൾ 100 എടുത്ത്, ഒരു റെസിസ്റ്റർ 50 എടുത്ത്, നമ്മൾ പറഞ്ഞു ഇത് ഓംസിൽ ഇട്ടാണ് റെസിസ്റ്റർ അളക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടി, 100 കിട്ടി. ഇത് 50 ഓംസ് റെസിസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് 50 ഓംസ് കിട്ടി. ഇൻ കേസ് ഇത് 100 കിട്ടുന്നത് നമുക്ക് ഒരു 20 ആണ് കിട്ടിയത് എങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കുക, ഈ റെസിസ്റ്റർ ഡാമേജ് ആണ്. കാരണം ഈ റെസിസ്റ്ററിന്റെ വാല്യൂ നമുക്ക് എത്രയാണ് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്നത് കൊണ്ടാണ് ഇത് ഡാമേജ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. നേരെ മറിച്ച് ഈ റെസിസ്റ്ററിന്റെ വാല്യൂ നമുക്ക് അറിയില്ല എങ്കിൽ നമുക്കിത് ഡാമേജ് ആണോ അല്ലേ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ സാധിക്കുമോ?
ഇല്ല. ഇല്ല. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇന്നലെ നിങ്ങൾ എടുത്തത് എന്താണ്? ഒരു ഇംപെഡൻസ് എടുത്തു. നമ്മളിവിടെ പറഞ്ഞ ഈ രണ്ട് കാര്യം, അതായത് ഒന്നെന്താണ്? ഒരു A30 എടുത്തു. A30യിൽ ഒരു മൾട്ടിമീറ്ററിൽ വരുന്ന റീഡിങ് 300 ആണ് വരുന്നത്. ഒരു മൾട്ടിമീറ്ററിൽ വരുന്ന റീഡിങ് 600 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ മൾട്ടിമീറ്ററിനനുസരിച്ച് ഇതിന്റെ റീഡിങ് എന്തുണ്ട്? വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം ഈ സെയിം തിയറി, അതായത് ഈ 50 കിട്ടുന്നിടത്ത് നമുക്ക് 10 കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഡാമേജ് ആണ്. ഇതും ഡാമേജ് ആണ്. അതുകൊണ്ട് നമ്മൾ കിട്ടിയ ഡിവൈസ് 300 എന്ന് കിട്ടിയ ബാറ്ററിക്കകത്തെ റീഡിങ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അതേ സെയിം മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്ന ആളുകളുടെ റീഡിങ് നമ്മുടെ കയ്യിൽ വേണം. അല്ല എങ്കിൽ നമ്മുടെ മൾട്ടിമീറ്ററിൽ ഏകദേശം എത്ര വരും എന്നുള്ള ഒരു ധാരണ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും വേണം. ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലായോ? അതായത് ഇത്രയേ ഉള്ളൂ. റെസിസ്റ്റൻസ് കുറയുമ്പോൾ, R കുറയുമ്പോൾ അതിലൂടെ പോകുന്ന കറണ്ട് കൂടുമെന്നുള്ള സംഗതി നിങ്ങൾ എന്ത് ചെയ്യാതെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ നോക്കുന്നത് ഡയോഡ് മോഡിലാണ് എന്നുണ്ടെങ്കിലും ഡയോഡ് മോഡ് നമ്മൾ എന്ത് പഠിച്ചു? അതിന്റെ ബേസ് യൂണിറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അതിന് ഇമ്പഡൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് യൂണിറ്റ് ഹോംസിലേക്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്നൊന്ന് കൺവേർട്ട് ചെയ്താൽ അതേ തിയറി നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് ഹോംസ് ലോ എന്ന് പറയുന്ന ലോസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി എന്താണ് ഇതിനെ സംബന്ധിച്ച് ഇതെന്താണ്? റെസിസ്റ്റൻസ് ഇത് കുറവും ഇത് കൂടുതലുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും 300 എന്ന് പറയുന്ന സംഖ്യ കുറവുണ്ടായത് കൊണ്ട് നമുക്ക് തെറ്റിദ്ധാരണ സംഭവിക്കുന്നത് 300 ഓംസ് കുറവാണ്. നമുക്ക് എന്ത് ചെയ്യാണ്? നോർമൽ വാല്യൂ 600 ആയിരിക്കാം, അതുകൊണ്ട് 300 ആണ്, അതുകൊണ്ട് അത് ഷോർട്ട് സർക്യൂട്ട് ആവാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മളെ മൈൻഡിൽ സ്വാഭാവികമായിട്ടും വരും. അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണ ഒഴിവാക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന മൾട്ടിമീറ്റർ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മൾട്ടിമീറ്റർ ഉപയോഗിക്കുക. അതായത് ZSW അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർണിയോയില് ഒക്കെ ഉപയോഗിക്കുന്നത് എന്താണ്? ഫ്ലൂക്കിന്റെ മൾട്ടിമീറ്ററും സൺഷൈൻ്റെ മൾട്ടിമീറ്ററും ആണ്. അപ്പോൾ അതിൽ കാണിക്കുന്ന വാല്യൂകൾ പലപ്പോഴും അത് ബേസ് ചെയ്തിട്ടുള്ള വാല്യൂകളാണ് കാണിക്കുക. അതുകൊണ്ട് നമ്മൾ അതിൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ എന്ത് കാണിക്കും? അതേ സെയിം റീഡിങ് നമുക്ക് കിട്ടും. ഇപ്പോൾ പറഞ്ഞ തിയറി പ്രകാരം നമ്മൾ ഒരു ബോർണിയോയില് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, സർക്യൂട്ടിന്റെ റീഡിങ് ഇംപെഡൻസ് നമുക്ക് ഡയോഡ് വാല്യൂ അതിലെടുക്കാൻ പറ്റും. അങ്ങനെ അതിലെടുക്കുമ്പോൾ ചിലപ്പം അതിൽ കാണിക്കുന്ന വാല്യൂ 300 ആയിരിക്കാം, പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പം 300 കിട്ടിക്കോളാം എന്നില്ല. ചിലപ്പോൾ 600 കിട്ടാം, ചിലപ്പം 700 കിട്ടാം, ചിലപ്പം 450 കിട്ടാം. അങ്ങനെ കിട്ടിയവരുണ്ട് ആരെങ്കിലും? സാറ് ഡോട്ട് ആ. ഇത് 300 താഴെ വരുന്ന റീഡിങ്സ് ആണെങ്കിൽ ഓപ്പൺ സീരീസ് ആവുമോ? 300ന്റെ താഴത്തേക്ക് വരുമ്പോൾ അവിടെ എന്താണ് കുറയുന്നത്? റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ എന്താ കൂടുക? റെസിസ്റ്റൻസ് വരുമ്പോൾ കറണ്ടിന്റെ ഫ്ലോ കൂടും. അപ്പോൾ ഓപ്പൺ ആവുമോ? ഓപ്പൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിക്കൂടെ ഒന്നും പാസ് ചെയ്യാൻ പാടില്ല, ഇല്ലല്ലോ. അപ്പൊ അതെന്താണ്? ഷോർട്ട് സർക്യൂട്ട് ആയിട്ട് വരികയാണ് എന്നുള്ളതാണ് നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. അത് എന്താണെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. വാല്യൂ കൂടുമ്പോൾ കറണ്ട് ഫ്ലോ കുറയും. അപ്പൊ അതെന്താണ്? വാല്യൂ കൂടുമ്പോൾ അത് സെറ്റ് ഓപ്പൺ ആയിട്ട് വരികയാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ഓക്കെ. സാർ ഒരു ഡൗട്ട്. ആ. ഈ A30ന്റെ ഒരേ മോഡലിൽ 2 ഫോൺ ഉണ്ടല്ലോ. ആ. അപ്പൊ ഒരേ മീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോ ഒരേ വാല്യൂ ആണ് കിട്ടുക? അതെ, ഒരേ വാല്യൂ. വർക്കിങ്ങിന്റെ ഫോൺ ഒരേ വാല്യൂ ആണ് കിട്ടുക. 10, 20, 30 നമ്പറിന്റെ വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താണ്? അതായത് ഒരു റെസിസ്റ്റർ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് വാല്യൂലിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെസിസ്റ്റർ 100 ഓംസ് എന്ന് കഴിഞ്ഞാൽ അത് 100 ഓംസ് തന്നെ ഉണ്ടാവുള്ളൂ. കാരണം അതിൽ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓംസ് ലോ നിയമപ്രകാരം, ഓംസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനെ കറണ്ട്, അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന അടുത്തുള്ള ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ് എങ്കിൽ, ഇപ്പോൾ ഒരു 20 ഡിഗ്രി അല്ല 30 ഡിഗ്രി ആണ് റൂം ടെമ്പറേച്ചർ എങ്കിൽ അതിൽ നിങ്ങൾ ഒരു 100 K റെസിസ്റ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് 100 K കിട്ടും. പക്ഷെ അവിടെ ടെമ്പറേച്ചർ കൂടി കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 60 ഡിഗ്രി ഉള്ള സ്ഥലത്ത് പോയിട്ട് അതേ 100 ഓംസിന്റെ റെസിസ്റ്റർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100 ഓംസ് ഉണ്ടാവില്ല, അതിന്റെ വാല്യൂ കുറയും. അതായത് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നാണ് അതിന്റെ റൂൾസ് വരുന്നത്. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നിങ്ങൾ റെസിസ്റ്റർ വാല്യൂ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? കറക്റ്റ് വാല്യൂ ആയിരിക്കും. അതും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. കാരണം നിങ്ങളൊരു CPU വർക്കോ അല്ലെങ്കിൽ ഒരു പവർ ഐസിയോ ചാർജിങ് ഐസിയോ ചെയ്ത പാട്
നിങ്ങൾ ഒരു മദർ ബോർഡും ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂ വളരെ കുറവായിരിക്കും. നിങ്ങൾക്ക് അതും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മദർ ബോർഡിൽ ഒരു റെസ്റ്ററിൻ്റെ അടുത്ത് പോയിട്ടോ അല്ല എന്ന് നിങ്ങൾ സർക്യൂട്ടിലോ മദർ ബോർഡ് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഒരു റീഡിങ് കിട്ടും. ആ റീഡിങ് കിട്ടിയ പാട് ആ സൈഡിലേക്ക് എന്ത് ചെയ്യുക, ബ്ലോവർ എടുത്തിട്ട് ഒരു 350 ഡിഗ്രിയിൽ ഒന്ന് ചൂടാക്കുക. ചൂടാക്കിയിട്ട് നിങ്ങൾ അടുത്ത വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ വാല്യൂ ആവില്ല ഉണ്ടാവുക, അതിൽ കുറവായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കുക. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മോഡലിൽ കിട്ടുന്ന എല്ലാ ഡിവൈസുകളുടെ വാല്യൂ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ചൈനയിൽ നിന്ന് ZXW പോലത്തെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ട് അവരുടെ സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഐഫോൺ എക്സിന്റെ ഡാറ്റ റീഡ് ചെയ്തിട്ട് അവരുടെ സൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ZSW ആണെങ്കിൽ ബോർണിയോയിലും ചെയ്തിട്ട് അതേ ഡാറ്റ നമ്മൾ ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോഴും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു 10 ഓംസ് അല്ലെങ്കിൽ 20 ഓംസ് അല്ലെങ്കിൽ 5 ഓംസിന്റെ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പൊ ഇനി ഇംപെഡൻസ് എന്താണെന്നുള്ളത് മനസ്സിലായി. ഇംപെഡൻസ് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ് പറഞ്ഞോളൂ. ഒരു മദർ ബോർഡിൽ ടോട്ടൽ റെസിസ്റ്റൻസ് നമ്മൾ എങ്ങനെ ഡയോഡ് മോഡില് ഡയോഡ് മോഡ് പ്രോബ് എങ്ങനെ വെക്കും? അത് ഗ്രൗണ്ട് നെഗറ്റീവ് ബാറ്ററി വോൾട്ട്. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ആണെങ്കിൽ പ്രോബ് നമ്മൾ എങ്ങനെ വെക്കും? റെഡ് ഗ്രൗണ്ടിലും ബ്ലാക്ക് പോസിറ്റീവ്. ഇനി അതല്ല നമ്മുടെ അനലോഗ് മൾട്ടിമീറ്റർ ആണെങ്കിൽ റെഡ് പോസിറ്റീവ്, ഗ്രൗണ്ട് ബ്ലാക്ക്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, അനലോഗ് മൾട്ടിമീറ്ററിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ച സ്ഥിതിക്ക് ഇനി ഇതേ സംഗതി നമ്മൾ ഡിജിറ്റലിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സർഫാൻക്ക് പറഞ്ഞ മാതിരി ഒന്നുമില്ല. നിങ്ങൾക്ക് ഇന്നലെ കിട്ടിയ നമ്പർ ഉണ്ടല്ലോ, നിങ്ങൾ ഇന്നലെ വേ ബാറ്റിൽ കിട്ടിയ അതേ നമ്പർ ആയിരിക്കും അനലോഗ് അല്ല ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യുമ്പോൾ. നിങ്ങൾ ഇന്നലെ കിട്ടിയ നമ്പർ പറഞ്ഞോളൂ, എത്രയായിരുന്നു? 350, ആ 400, 280, 580, 400. ഇതാണ് നിങ്ങൾക്ക് ഇന്നലെ അനലോഗ് മൾട്ടിമീറ്ററിൽ. അത് നിങ്ങൾ ഡയോഡ് മോഡല്ലേ ചെക്ക് ചെയ്ത്? അതെ അതെ. ഓക്കെ, അതേ ബോർഡ് അതേ ഡിവൈസ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്യാം. ഡിജിറ്റൽ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുമ്പോൾ വാല്യൂവിൽ വ്യത്യാസം ഉണ്ടാവും. എന്നാലും 300ന്റെ 400ന്റെ ഇടയിലായിരിക്കും അതിന്റെ വാല്യൂ ഉണ്ടാവുക. വാല്യൂ വ്യത്യാസം വരാനുള്ള കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു. എന്താണ് കാരണം? മൾട്ടിമീറ്ററിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൽ വ്യത്യാസം സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതാണ് അതിന്റെ നമ്പർ. അപ്പൊ ഇതേ സെയിം നമ്പർ ആയിരിക്കും, കാരണം അതിൽ വന്നിട്ടുണ്ടാവുക അതായത് നിങ്ങൾ അതിലില്ലല്ലോ അല്ലേ. അതായത് ഓരോ മൾട്ടിമീറ്ററും വി ബാറ്റിൽ ചെക്ക് ചെയ്ത് ഒരു 4-5 ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുള്ള റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ 350, 400, 250, 550, 400 തന്നെയാണ് ഡിജിറ്റൽ മൾട്ടിമീറ്ററിലും ഉള്ള റീഡിങ്. അനലോഗ് മൾട്ടിമീറ്ററിലും ഉള്ള റീഡിങ് എത്രയാണ്? ഈ പറയുന്ന ഈ നമ്പർ തന്നെയാണ്. അപ്പൊ എന്താണ് ആ നമ്പർ എന്താന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. ഇപ്പൊ ക്ലിയർ ആയി നിങ്ങൾക്ക്? ഇനി ഡിജിറ്റൽ മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അനലോഗിൽ ചെക്ക് ചെയ്ത മാതിരി പ്രോബ് വെക്കണ്ട, പ്രോബിന്റെ ഇതൊന്നാണ് മാറ്റിയാൽ മതി. അതായത് റെഡ് എടുത്തിട്ട് ഗ്രൗണ്ടിലും വെക്കുക, ബ്ലാക്ക് എടുത്തിട്ട് ബാറ്ററി കൺട്രോളിലും വെക്കുക. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന നമ്പറും ഇതേ നമ്പർ തന്നെ ആയിരിക്കും. ഫോൺ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് നോക്കുക. ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. കാരണം അതെന്താണ്, മൾട്ടിമീറ്ററിന്റെ ഔട്ട്പുട്ടിൽ വരുന്ന വോൾട്ടേജ് വ്യത്യാസമുള്ളത് കൊണ്ട് ഇതിൽ എന്തുണ്ടാവും, ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ക്ലിയർ ആയോ? അപ്പൊ ഇനി അനലോഗ് ഡിജിറ്റൽ മൾട്ടിമീറ്ററിൽ എങ്ങനെ ചെക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഉത്തരം പറയാൻ കഴിയുമോ? അപ്പൊ എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്ന് പോയിട്ട് അതേ സെറ്റ് അതേ സംഗതി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്യുക. മൾട്ടിമീറ്റർ എടുക്കുക, മൾട്ടിമീറ്ററിൽ എടുത്തിട്ട് ഫുള്ളായിട്ട് നോക്കുക, റീഡിങ് എഴുതി വെക്കുക, ചെക്ക് ചെയ്തിട്ട് രണ്ടും തമ്മിൽ എത്ര ഓംസിന്റെ വ്യത്യാസമുണ്ട് എന്നുള്ളതും നിങ്ങൾ നോക്കുക. അപ്പോൾ അത് മനസ്സിലാവും. ഡിജിറ്റലിൽ നോക്കുമ്പോൾ ഡിജിറ്റൽ അനലോഗും തമ്മിൽ ഞാൻ പറഞ്ഞു വാല്യൂകളൊക്കെ സെയിം ആണ്. പക്ഷെ നിങ്ങൾ ആരും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, ആ നീഡിലിന്റെ അടുത്തുള്ള നമ്പർ എത്രയാണ് എന്ന് നിങ്ങൾ നോക്കാത്ത ഒരു പ്രശ്നം മാത്രമേ അവിടെ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അപ്പൊ ഇംപെഡൻസ് കിട്ടി, ബാറ്ററി കണ്ടന്റ് കിട്ടി, ഇതിൽ കിട്ടി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒരു കാര്യം കൂടി നോക്കാം. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്, ഷോർട്ട് സർക്യൂട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരുന്നത്. അതിന്റെ മുന്നേ നമുക്ക് വേറൊരു കാര്യം നോക്കാനുള്ളത്,
അതിന് മുന്നേ ഷോർട്ട് സർക്യൂട്ട് എന്നല്ല പറഞ്ഞിട്ടത് ഓപ്പൺ ഷോർട്ട് ലീക്കേജ്. ഒരു നോർമൽ വാല്യൂ എങ്ങനെയാണ് ഇപ്പോൾ കണ്ടുപിടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? ഒരു ഡിവൈസിന്റെ നോർമൽ വാല്യൂ അവിടെ എത്രയാകും എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും അറിയോ? ഒരു സെറ്റിന്റെ ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഇല്ല, ഒരു ബാറ്ററി അറിയില്ല. കണക്റ്റഡ് നോർമൽ വാല്യൂ എത്രയാണ് എന്നുള്ളത് ആർക്കെങ്കിലും പറയാൻ കഴിയോ? അറിയില്ല. 450. അതായത് നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു? ഡിവൈസ് ചെക്ക് ചെയ്തു, അതെല്ലാം വർക്കിംഗ് ഉള്ള ഫോണായിരുന്നു. അപ്പോൾ അതിൻ്റെ റീഡിങ് എത്രയാണോ അതാണ് അതിൻ്റെ നോർമൽ ആയിട്ടുള്ള റീഡിങ്. ക്ലിയർ ആയോ? അപ്പോൾ ഇനി നോർമൽ വാല്യൂ എന്താണ് എന്ന് ചോദിച്ചിട്ട് നിൽക്കരുത്. അപ്പോൾ നിങ്ങൾ ഇന്നലെ ചെക്ക് ചെയ്തു, ഒരു 10 ഫോണിൻ്റെ ചെക്ക് ചെയ്തു, അപ്പോൾ അതിൻ്റെ ബാറ്ററി കൺട്രോളിൽ നിങ്ങൾക്ക് കിട്ടിയ വാല്യൂ, അതായത് വർക്കിംഗ് സെറ്റാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. വർക്കിംഗ് സെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റീഡിങ് എത്രയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ആ റീഡിംഗ് ആണ് അതിൽ വരേണ്ട റീഡിങ്. നിങ്ങൾക്ക് കിട്ടിയ റീഡിങ് 350 ആണ് എന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ആ സെയിം സീരീസിൽ വരുന്ന ഡിവൈസിൻ്റെ റീഡിങ് 350 ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതേപോലെ തന്നെ നമ്മളെ ഷർഫാൻക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ ഡിവൈസിൻ്റെയും ബാറ്ററിയിൽ വരുന്ന റീഡിങ് ഒരേപോലെ ആവും എന്നുള്ളത്. അത് ഒരേപോലെ അല്ല എന്നുള്ളത് നിങ്ങളിപ്പോൾ ഇന്നലെ പ്രൂവ് ചെയ്തു. മാത്രമല്ല, ഇതിൽ നിന്നുള്ളൊരു ആവറേജ് നിങ്ങൾ എടുക്കുകയാണ് എങ്കിൽ, എല്ലാ ഡിവൈസിൻ്റെയും ഒരു ആവറേജ് എടുക്കുകയാണ് എങ്കിൽ ഒരു 300 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ഒരു 300 to 350 എന്നുള്ള ആ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. പിന്നെ മാത്രമല്ല, ഒരു പുതുതായിട്ടൊരു ഫോൺ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു 300 350 കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ അത് പഠിച്ചു. അപ്പൊ നമുക്ക് ഒരു സംഗതി റിപ്പയർ ചെയ്യണം. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു നമ്പർ എന്താന്നുള്ളത് മനസ്സിലായി. ഇനി ഈ നമ്പർ എന്താണ് എന്നുള്ളത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെന്ന് ചോദിക്കുക. ഇനി ഈ നമ്പറിന്റെ ബേസ് എന്താന്നുള്ളതും ഡിജിറ്റൽ എന്താന്നുള്ള അനലോഗ് എന്താന്നുള്ള ബേസ് നമ്മൾക്ക് കിട്ടി. ഇനി അത് ഓരോ സംഗതി വരുന്ന സമയത്ത് ഡിജിറ്റലിലാണോ അനലോഗിലാണോ ചോദിക്കരുത്. അനലോഗ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. കാരണം ഇപ്പൊ എല്ലാവരും ഡിജിറ്റലാണ്. ഇതിലിപ്പോ ലീക്കേജ് എങ്ങനെ കണ്ടെത്താൻ പറ്റും? അതിലൊക്കെ എത്തുന്നല്ലേ ഉള്ളൂ. അതൊക്കെ സമയമുണ്ട്. അതൊക്കെ ദിവസങ്ങൾ എത്തണം. നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് ഇതിലേക്ക് നമുക്ക് എത്താൻ കഴിയില്ലല്ലോ. അതായത് ഇത് ലീക്കേജ് എന്ന ഷോട്ടൊക്കെ നമ്പർ കിട്ടുക. അപ്പൊ നമ്മൾ ഇപ്പോൾ എടുത്തത് എന്താണ്, നമ്മൾ 1ാം ക്ലാസ് പോയിട്ട് അല്ലെങ്കിൽ 2ാം ക്ലാസ് പോയിട്ട് 1 മുതൽ 9 വരെ നമ്മൾ 0 മുതൽ 9 വരെ എണ്ണാൻ പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൽ നിന്ന് 1 ലക്ഷം 2 ലക്ഷം 10 ലക്ഷം 1 കോടി നമുക്ക് എഴുതാനും വായിക്കാനും പറ്റുള്ളൂ. ആദ്യം 1 എന്താന്ന് അറിയണം, 2 എന്താന്ന് അറിയണം, 2 1 കൂട്ടിയ 3 എന്താന്ന് പഠിക്കണം, അല്ലെങ്കിൽ 10ൽ എത്ര 0 ഉണ്ടെന്ന് പഠിക്കണം, അല്ലെങ്കിൽ 100ന് 1ന്റെ 0 വലത്തെ സൈഡിലാണ് ഇടേണ്ടത്, ഇടത്തെ സൈഡിലാണ് ഇടേണ്ടത്, ഇതൊക്കെ നമ്മൾ പഠിക്കാണ്ട്. അത് പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ മാതിരി ലീക്കേജ് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താ ചെയ്യുക, എല്ലാവരും നമ്മളോട് പറഞ്ഞുതരും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ കിട്ടും. നമ്മളിപ്പോൾ എന്താ പഠിച്ചത്, നമ്പർ എന്താന്നുള്ളത് നമ്മൾ പഠിച്ചു. അപ്പൊ ഈ നമ്പർ നോക്കിയിട്ട് ഒരു സെറ്റിന്റെ കറക്റ്റ് നമ്പർ എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളതും നിങ്ങൾ പഠിച്ചു. ഒരു വർക്കിംഗ് ഉള്ള സെറ്റിന്റെ കിട്ടി. അപ്പൊ എൻ്റെ ചോദ്യം, ഒരു വർക്കിംഗ് ഉള്ള ഒരു സെറ്റ് ഇപ്പോൾ ഒരു A30 ആക്കാം. A30ന്റെ ഒരു വർക്കിംഗ് ഉള്ള ഒരു സെറ്റ്, അതിൻ്റെ 350 ഇമ്പഡൻസ്, അതായത് 350 ഓംസ് ആണ് എന്ന് വിചാരിക്കുക. 350 ഇമ്പഡൻസ് കിട്ടി. അതേ സെയിം സെറ്റ് നിങ്ങൾക്ക് A30 എന്ന് പറയുന്ന സെയിം സെറ്റ് VBAT-ൽ കിട്ടിയ റീഡിങ് 10 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 350 കിട്ടി, ഇവിടെ എന്ത് 10 ആണ് നിങ്ങൾക്ക് കിട്ടിയത് ഒരു സെറ്റിന്. ഇത് വർക്കിംഗ് ഉള്ള സെറ്റാണ്. ഒരു ഡൗട്ട് ചോദിക്കട്ടെ? പറഞ്ഞോളൂ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയതിന്റെ ബുദ്ധിമുട്ടായിരിക്കും സാർ. ഇപ്പൊ ഇമ്പഡൻസ് 350 ഓംസിലല്ലേ നമ്മളിത് കാണുന്നത്. പക്ഷെ നമ്മൾ ഡയോഡ് മോഡിന്റെ ഇതിന്റെ യൂണിറ്റും ഓംസിൽ തന്നെയാണ് വരുന്നത്. അത് റെസിസ്റ്റൻസിന്റെ അല്ലേ വരുന്നത്? റെസിസ്റ്റൻസിന്റെ ആണ്. പക്ഷെ ഇമ്പഡൻസ്, കപ്പാസിറ്റി, ഇൻഡക്ടർ കാര്യങ്ങളിൽ ടോട്ടൽ റെസിസ്റ്റൻസ് എടുക്കുമ്പോഴും അതിന് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൗണ്ട് റെസിസ്റ്റൻസ് എന്ന രീതിയിലാണ് പറയുക. മനസ്സിലായോ? അതിനും ഇമ്പഡൻസ് എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ വാല്യൂവിന്റെ യൂണിറ്റ് നമ്മൾ, അതായത് റെസിസ്റ്ററിന്റെ യൂണിറ്റ് ഓംസ് ആണ്. പക്ഷെ അത് നമുക്ക് ഈ ഷോർട്ട് സർക്യൂട്ട് കാര്യങ്ങളും
പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട്, റെസിസ്റ്റൻസ് കൂടുമ്പോൾ കറണ്ട് ഫ്ലോ കുറയും, റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് ഫ്ലോ കൂടുമെന്നുള്ള അത് നിങ്ങൾക്ക് റിലേറ്റ് പഠിച്ചു. ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിൽ ഉണ്ടാകുന്ന വാല്യൂ കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിഫൈൻ ചെയ്യുക. കറണ്ട് ഫ്ലോ കൂടുന്നതിനും കുറയുന്നതിനനുസരിച്ച്. അപ്പൊ നമുക്ക് ഇതിന് വേറൊരു ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹോംസ് ലോ എന്ന് പറയുന്ന തിയറിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ജോയിൻ ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവും. ഓക്കെ ഓക്കെ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞത്. അതായത് യൂണിറ്റ്, അതായത് ഡയോഡുകൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ളതിന് നമ്മൾ യൂണിറ്റ് ഇമ്പഡൻസ് തന്നെ പറയുന്നത്, അതിന് നമ്മൾ ഓംസിലാണ് നമ്മൾ എന്ത് ചെയ്യുക പറയുക. അപ്പോൾ ഓംസിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് ഫ്ലോ കൂടുന്നുള്ളതും ആ ഒരു ഇതിലേക്ക് നമുക്ക് ജോയിന്റ് ചെയ്യാൻ കഴിയും. അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ഓക്കെ പറ്റും, ഓംസ് എന്നുള്ള യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, അത് കാരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അതിന്റെ പക്കാ തിയറിയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിലുള്ള ടോട്ടൽ, അതായത് കപ്പാസിറ്റർ, റെസിസ്റ്റർ, അങ്ങനെയുള്ള കുറച്ച് ടോട്ടൽ വാല്യൂനെ പറയുന്ന പേരാണ് ഇമ്പിഡൻസ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഫോണിനകത്ത് വരുന്ന സമയത്ത് അതിൽ വേറെയും കുറെ സർക്യൂട്ട് ഉണ്ട്, പക്ഷെ നമ്മൾ അതിലേക്ക് ഒന്ന് മാറ്റിയെന്നേ ഉള്ളൂ. നമ്മളെ ആവശ്യം എന്താണ്, ഫോൺ റെഡിയാക്കണം, ഫോൺ പഠിക്കണം എന്നുള്ളത്. അപ്പൊ നമ്മളുടെ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, അതിനെ ഡിഫൈൻ ചെയ്യുക എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ A30 350 പറഞ്ഞു. നമുക്കൊരു ഡിവൈസ്, ഒരു വർക്കിംഗ് ഉള്ള ഫോൺ കിട്ടി. വർക്കിംഗ് ഉള്ള ഫോണാണ് ഇത്, ഡാമേജ് ആയ ഫോൺ. വർക്കിംഗ് ഉള്ള ഫോണിന്റെ ഒരു A30 എന്ന് പറഞ്ഞ മോഡലിൽ എത്ര കിട്ടി, 350 കിട്ടി. നിങ്ങൾ ഇന്നലെ ചെക്ക് ചെയ്തപ്പോൾ 350 കിട്ടി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വി ബാറ്റിൽ വരുന്ന വാല്യൂ 350 ആണ് എന്നുള്ളത് മനസ്സിലായി. ഇതാണ് അതിന്റെ നോർമൽ വാല്യൂ. നോർമൽ വാല്യൂ എടുക്കാൻ നമ്മൾ പഠിച്ചു. ഏതൊരു മദർ ബോർഡിന്റെ നോർമൽ വാല്യൂ കിട്ടാൻ അതിന്റെ വർക്കിംഗ് ബോർഡുമത്തെ ആ ലൈനിൽ എത്ര ഉണ്ടോ അതാണ് അതിന്റെ നോർമൽ വാല്യൂ. അത് നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഡാമേജ് ആയ ഒരു സെറ്റ് കിട്ടി. ആ ഡാമേജ് ആയ സെറ്റിൽ നിങ്ങൾക്ക് കിട്ടിയ റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 ആണ് എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഈ രണ്ട് നമ്പർ നോക്കിയിട്ട് എന്ത് മനസ്സിലാവുന്നു, നിങ്ങൾ ഐഡിയക്ക് പറഞ്ഞോളൂ. ഞാൻ ഒരാൾ ചോദിക്കുക, ഇതിൽ പേര് കാണിക്കുന്നില്ലല്ലോ, വിഷ്ണു പറഞ്ഞോളൂ, ഈ നമ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായിരുന്നു? ഉത്തരം തെറ്റിയാലും പ്രശ്നമില്ല, കാരണം തെറ്റലാണ് എൻ്റെ ആവശ്യം, എന്നാലേ നിങ്ങൾക്ക് അത് പറഞ്ഞുതരാൻ കഴിയുള്ളൂ. നിങ്ങളത് മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യേണ്ട അവസ്ഥ വരും. 350 കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് മനസ്സിലായി? ആള് ലൈനിലില്ലേ? അപ്പൊ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല. അതായത് വർക്കിംഗ് ഉള്ള ഒരു ഡിവൈസിലെ റീഡിങ് ബാറ്ററി കൺട്രോളിൽ 350 ആണ്. ഡാമേജ് ഉള്ള ഒരു ഡിവൈസിന്റെ ബാറ്ററി കൺട്രോളിൽ 50 ആണ്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? അപ്പൊ അത് ഷോർട്ടാണ് എന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്, അതിൽ നിന്ന് എന്താ നിങ്ങൾക്ക് മനസ്സിലായതെന്നാണ് ചോദിക്കുന്നത്. അതിന്റെ തിയറിയാ ചോദിച്ചു. അത് രണ്ടിലേക്കും കൊടുത്തു കഴിഞ്ഞാൽ, ആ സർക്യൂട്ടിലേക്ക് നമ്മൾക്ക് വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ റെസിസ്റ്റർ കുറയും, അപ്പോ കറണ്ട് ഫ്ലോ. പറഞ്ഞോളൂ. ഈ സർക്യൂട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു വോൾട്ടേജ് ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഇതിലേക്കും ഒരു വോൾട്ടേജ് ഇംപ്ലിമെന്റ് ചെയ്തു, ഇതിലേക്ക് ഒരു വോൾട്ടേജ് ഇംപ്ലിമെന്റ് ചെയ്തു. എന്ത് സംഭവിക്കും? അറിയില്ല സാറേ. നിങ്ങൾക്ക് അറിയുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പറയാൻ കഴിയാണ്. ജൂനു പറഞ്ഞോളൂ. ജൂനു, ഇതാണ് ഇതിന്റെ മേജർ സംഗതികളാണ് ഇതൊക്കെ നിങ്ങൾ പ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലൈന്റ് കണ്ടെത്താൻ പറ്റുള്ളൂ. വളരെ നമ്പർ നോക്കിയിട്ട് സിമ്പിൾ ആയിട്ട് ഫോണുകൾ റെഡിയാക്കാൻ മാത്രമുള്ളതേ ഉള്ളൂ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസും ഫോണിനകത്തില്ല. പക്ഷെ ഇങ്ങനെയുള്ള കുറച്ച് തിരിഞ്ഞും മറിഞ്ഞും ഉള്ള കുറച്ച് നമ്പർ കാണിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ആ ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എല്ലാ ഫോണും ശരിയാക്കാൻ പറ്റും. എല്ലാ ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് സംബന്ധിച്ചുള്ള 100% സക്സസ് അല്ല, 70% 80% നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റും. മാറൂഫ് പറയോ? മാറൂഫ്, റെസിസ്റ്റൻസ് കുറയും, ടോട്ടൽ റെസിസ്റ്റൻസ് കുറയും. അപ്പൊ എന്താ സംഭവിക്കുക? സർക്യൂട്ടിൽ എന്ത് സംഭവിക്കും? കറണ്ട് ഫ്ലോ കൂടും. കറണ്ട് ഫ്ലോ കൂടുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ കറണ്ട് ഫ്ലോ കൂടുമ്പോ ക്ലാസ് ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കറണ്ട് ഫ്ലോ ഇതിൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? കറണ്ട് ഫ്ലോ കൂടി കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കാം?
റെസിസ്റ്റൻസ് കുറയുന്ന മനസ്സിലാക്കാം. വേറെ നെക്സ്റ്റ് അതിന്റെ ഡാമേജിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ലൈൻ ഓപ്പൺ ആണ്. കംപ്ലൈന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെന്താ പറയാ? ബാറ്ററി പെട്ടെന്ന് ഷോർട്ട് ആവാനോ അല്ലെ ലീക്കേജ് ആ പിന്നെ ലൈൻ ഓപ്പൺ ആണ്. മദർബോർഡ് ലൈൻ ലീക്ക് ഓപ്പൺ ആവും. ഈ ഓപ്പൺ എന്ന് പറയുന്ന സർക്യൂട്ട് ഒരിക്കലും കറണ്ട് ഫ്ലോ ചെയ്യൂല, അത് അവിടെ നിൽക്കത്തേ ഉള്ളൂ. അത് മനസ്സിലാക്കുക. ഓപ്പൺ സർക്യൂട്ട് വേറെ തന്നെയാണ്. അതായത് മൈക്കൊന്ന് മുട്ടി ചെയ്ത മൊബൈൽ. അതായത് ഇത്രേ ഉള്ളൂ. ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി, എന്ത് നോർമൽ വാല്യൂ 350 ആണ്. റെസിസ്റ്റർ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ആവൂല കറണ്ട് പോവുക. കറണ്ട് വളരെ ഹൈ ആയിട്ടാവും പോകുന്നുണ്ടാവുക. അപ്പോൾ ആ സർക്യൂട്ടിൽ അതായത് ഷോർട്ട് സർക്യൂട്ട് ഡെഫിനേഷൻ ഇതാണ്: നമുക്ക് യാതൊരുവിധ കാരണവും കൂടാതെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് നെഗറ്റീവിലേക്ക് ഒഴുകി പോകുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുക. യാതൊരു കാരണങ്ങളോ യാതൊരു ഉപകാരമോ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എനർജിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? വേസ്റ്റ് ആക്കി കളയാൻ കഴിയില്ല. ഒന്നുകിൽ അതിൽ നിന്ന് ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് കൺവേർഷൻ മാത്രം നടക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇടുക്കി ജില്ലയിൽ നിന്ന് വള്ളത്തിന് ഉപയോഗിച്ച് അതിൽ നിന്ന് ടർബൈൻ കറക്കിയിട്ട് വോൾട്ടേജ് വന്നു. ആ വോൾട്ടേജ് കറണ്ടായിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു. ആ വീട്ടിലേക്ക് എത്തിയ ആ ഒരു എനർജിയെ നമ്മളൊരു ഫാൻ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു ഗതികോർജ്ജമാക്കി മാറ്റിയിട്ട് ആണ് ആ എനർജി അവിടെ എന്ത് ചെയ്യണത്? ഒഴിവാക്കിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഒരു മൊബൈൽ ഫോണിനകത്ത് ഒരു ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കിട്ടുന്ന 4 വോൾട്ട് യാതൊരുവിധ കാരണവും കൂടാതെ ഷോർട്ട് ആയിട്ട് പോവുകയാണ് എങ്കിൽ അവിടെ ഒരു ഹീറ്റ് എനർജി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് അതോടെ കൺവേർട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോൺ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ഫങ്ഷൻസ് അവിടെ എന്ത് ചെയ്യില്ല? നടക്കണില്ല. അതുകൊണ്ട് എന്താണ് നമ്മളെ സംബന്ധിച്ച് എന്താണ്? അതൊരു ഷോർട്ട് സർക്യൂട്ടാണ്. കാരണം യാതൊരു ഉപകാരമോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല അതിനെ കൊണ്ട്. കാരണം വെറുതെ കപ്പാസിറ്റർ ഷോർട്ടായിട്ട് നമുക്ക് അതിനെ കൊണ്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എന്താണ്? അത് വേസ്റ്റ് ഓഫ് എനർജിയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അതേപോലെ തന്നെയാണ് ഒരു സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കുറയുമ്പോൾ അവിടെ കറണ്ട് ഫ്ലോ കൂടും. അങ്ങനെ പറയുമ്പോൾ ഈ നമ്പറിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം നോർമൽ വാല്യൂ 300 350 ആയിക്കോട്ടെ. നമുക്കൊരു ചാർട്ട് വരച്ചാൽ നമുക്ക് ഒന്നുകൂടി മനസ്സിലാവും. ഇതൊരു റെസിസ്റ്ററിന്റെ ഒരു ചാർട്ടാണെന്ന് വിചാരിക്കുക. അതായത് ഒരു ഡിവൈസിന്റെ ഒരു ചാർട്ട്. ഇതാണ് ഇതിൻ്റെ എന്ത്? ഗ്രൗണ്ട് വരുന്നത്. ഗ്രൗണ്ടിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്. ഇവിടെ ഗ്രൗണ്ട് വരും. ഒരു ഫുള്ളായിട്ട് പോകുന്ന, അതായത് പോസിറ്റീവ്, അതായത് ഫുള്ളായിട്ട് മൂവ് ചെയ്യാൻ പറ്റിക്കുന്ന, അതായത് ഇവിടെ ഒരു വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ അത് അതേപോലെ അപ്പുറത്തേക്ക് എത്തുന്ന പറയുന്ന പേരാണ് സീറോ റെസിസ്റ്റൻസ്. സീറോ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കറണ്ടിനെ ഒപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയൽസും ഇതിനകത്തില്ല. കാരണം ഇവിടെ 5 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ 5 വോൾട്ട് അതേപോലെ അവിടെ എത്തും. ആ ഫുൾ കറണ്ടും അവിടെ എത്തും. അതിൽ എന്തുണ്ടാവില്ല? ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല. നേരെ മറിച്ച് ഒരു റെസിസ്റ്റർ ഒക്കെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? കറണ്ടിനെ ഓപ്പോസിറ്റ് ചെയ്യും. നമുക്കിപ്പോൾ ഒരു കേബിൾ എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ കേബിളിന്റെ ഇവിടെ നമ്മളൊരു ഇൻപുട്ട് ഒരു 10 വോൾട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ 10 വോൾട്ട് അതുവരെ ഇവിടെ എത്തും. അപ്പൊ ഇതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? ഇന്റേണൽ റെസിസ്റ്റൻസ് എത്ര ആയിരിക്കും? സീറോ ആയിരിക്കും അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ ആ ഇന്റേണൽ റെസിസ്റ്റൻസ് ഞാൻ കാണിച്ചു തരാം. ഇതിലൂടെ ഫുള്ളായിട്ട് കറണ്ട് പാസ് ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാം. ഇതൊരു ഇരുമ്പാണ്. എന്ത് ചെയ്യാണ്? നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ രണ്ടിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വാല്യൂ എന്താ? ഇത് ഇങ്ങനെ പ്രോബ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 0 ഇതിൽ നമുക്ക് എന്ത് മനസ്സിലായി? പോസിറ്റീവിൽ നിന്ന് ചാർജ് നെഗറ്റീവിലേക്ക് അതേപോലെ ഒഴുകുന്നു. അതുകൊണ്ട് ഈ സർക്യൂട്ട് എന്താണ്? ഫുള്ളായിട്ട് പോസിറ്റീവ് ചാർജ് ഇതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ എന്ത്? ഇത് ഒരു ഫുൾ കണ്ടക്ടിവിറ്റി ഉള്ള ഒരു സംഗതിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്? 0 ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് 0 ആകുമ്പോൾ അതിലൂടെ ഒരു കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിവിടെ ഞാൻ എന്ത് ചെയ്യാണ്? ഒരു 4 വോൾട്ട് 3 ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രീൻ കാണുന്നുണ്ടോ? അത് സൂം ചെയ്തോക്കെ. ഇല്ല, കാണുന്നില്ല. സൂം ചെയ്താ കാണുന്നുണ്ടോ? അപ്പൊ കാണുന്നുണ്ടോ? ആ, കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ റെസിസ്റ്റൻസ് 0 ആയി കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചെന്ത്? ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആയി കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് അതേപോലെ പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? 4 വോൾട്ട് 3 ആംപിയർ കൊടുത്തു. ഞാൻ അത് ഓൺ ആക്കി. ഇത് 0 റെസിസ്റ്റൻസ് ആണ് ഇതുള്ളത്. നമ്മൾ പ്രൂവ് ചെയ്തു 0 റെസിസ്റ്റൻസ് ആണെന്നുള്ളത്. ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ കൊടുത്ത കറണ്ട് 3 ആംപിയർ ആണ്. ഈ 3 ആംപിയർ എന്ത് ചെയ്യും? ഇതിലൂടെ പാസ് ചെയ്യും. കണ്ടാ? എത്ര ആയിരിക്കണം? 3 ആംപിയർ. അടി നമ്പർ എത്രയാണ്? 3 അല്ലേ? ക്ലിയർ അല്ലേ?
കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. അപ്പൊ അടിയിൽ നമ്പർ എത്രയാണ്? 3. 3. കൊടുത്ത എത്രയാണ്? ഔട്ട്പുട്ട് എത്രയാണ്? 3 ആണ്. നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ആക്കിയപ്പോൾ എത്രയാണ്? അത് 3ലേക്ക് എത്തി. അപ്പൊ ഇതാണ് അതിന്റെ ബേസ്. അത് ക്ലിയർ ആയിക്കാം, ക്യാമറ ക്ലിയർ ആയി. അപ്പോൾ അത് മനസ്സിലായത്. അപ്പൊ റെസിസ്റ്റൻസ് കുറയുമ്പോൾ കറണ്ട് ഫ്ലോ കൂടുന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഈ അടിയത്തതാണ് എന്ത്? അതിന്റെ കറണ്ട് ആംബിയർ നമ്പർ മനസ്സിലായോ? ഈ അടിയത്തെ നമ്പർ കണ്ടില്ല നിങ്ങള്? അതാണ് അതിന്റെ എന്ത് കറണ്ട് എന്ന് പറയുന്നത്. അത് നമ്മൾ 0 റെസിസ്റ്റൻസ് കൊടുത്ത സ്ഥാനത്ത് കൊടുത്തപ്പോൾ എന്തുണ്ടായി? അത് അതേപടി ഫുള്ളായിട്ട് ആ പോസിറ്റീവിൽ നിന്ന് ചാർജ് നെഗറ്റീവിലേക്ക് പോകുന്നത് നിങ്ങൾ കണ്ടു. അപ്പോൾ 0 വരുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു മദർ ബോർഡിനകത്ത് നിങ്ങൾ ഒരു വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? എന്ത് മനസ്സിലാക്കാം? പറഞ്ഞോളൂ. തീരെ റെസിസ്റ്റൻസ് ഇല്ല, ഫുൾ ഷോർട്ട് ആണ്. യെസ്. അപ്പൊ നിങ്ങളെ ഫസ്റ്റ് പ്രോബ്ലം ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ 0 കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഫോണിൽ എന്ത് സംഭവിക്കും? ഫുൾ ഷോർട്ട് സർക്യൂട്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് അനലോഗ് മൾട്ടിമീറ്റർ ആണെങ്കിലും എത്ര ആയിരിക്കും? 0 ആയിരിക്കും. കാരണം നിങ്ങൾ ഷോർട്ട് സർക്യൂട്ടുള്ള സംഗതി വെക്കുന്ന സമയത്ത് നീഡിൽ എവിടെ പോയി നിൽക്കുക? അതിന്റെ വലത്തെ സൈഡിൽ അങ്ങറ്റം പോയി നിൽക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഡൺ. യെസ്. അപ്പൊ 0 വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായി? ഫുൾ ഷോർട്ട്. അപ്പൊ കറണ്ട് പോണത് നിങ്ങൾ കണ്ടു. അപ്പൊ നമ്മൾ ചോദ്യം ഇതായിരുന്നു, ഒരു 350 ആണ് അതിന്റെ ബാറ്ററി കൺട്രോൾ നമുക്ക് കിട്ടിയത്. അപ്പൊ അതിന്റെ നോർമൽ വാല്യൂ 350 ആണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലായി. 350 ആണ് ഇതിന്റെ നോർമൽ. ഇനി നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്ന്? ഇതിലുള്ള ഇടയിലുള്ള ഒരു നമ്പറാണ് കിട്ടുന്നത്. ഒരു 150 ആണ് കിട്ടുന്നത് വിചാരിക്കുക. എന്ത് സംഭവിക്കും? പറഞ്ഞോളൂ. ഹാഫ് ഷോട്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഹാഫ് ഷോട്ട്. ലീക്കേജ്. ഹാഫ് ഷോട്ടും ലീക്കേജ് ഒക്കെ സെയിം ആണ്. നമുക്ക് ആ വേണ്ടത് അതിന്റെ ഡെഫിനിഷനിലേക്ക് നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കണം. അവിടെ മാത്രമേ നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുള്ളൂ. ലീക്കേജ് ഹാഫ് ഷോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ പറയുന്ന ഒരു ടെക്നിക്കൽ ടേം ആയിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ലീക്കേജ് ഷോർട്ട് അതിൽ നമുക്ക് പ്രത്യേകിച്ച് ഡെഫിനേഷൻ ഇല്ല. കറക്റ്റ് പറഞ്ഞല്ലോ, പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് ഇലക്ട്രോൺസ് വെച്ചിട്ട് അതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ആർക്കെങ്കിലും പറയാൻ കഴിയും? എത്ര കിട്ടുമ്പോ 100 കിട്ടുമ്പോ ഒരു 150 കിട്ടുമ്പോ റെസിസ്റ്റൻസ് കുറയല്ലേ? കുറയാണ് ചെയ്യണത്. എന്ത് സംഭവിക്കും? സർക്യൂട്ടിൽ എന്ത് സംഭവിക്കും? കറണ്ട് കൂടും. കറണ്ട് കൂടും. എത്ര കൂടും? എങ്ങനെ? ഹലോ, അറിയില്ല. വേറെ ആള്. ഹീറ്റ് ആവാനുള്ള ചാൻസ് കൂടും. നെക്സ്റ്റ്, ഈറ്റ്. അതിന്റെ ഡെഫിനിഷൻ നമുക്ക് വേണ്ടത്. ഈറ്റ് ആവുള്ള ഇതൊക്കെ അവിടെ ഉള്ളത്, അതൊന്നും ഞാൻ തള്ളിക്കളയുന്നില്ല. നമുക്ക് വേണ്ടത് എന്താണ് ആ ഒരു പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് വേണ്ടത്. ഇതിൽ നമ്മൾ പഠിച്ചു എന്ത്? ചാർജ്, അതായത് പോസിറ്റീവിൽ നിന്ന് ചാർജ് ഫുള്ളായിട്ട് എത്രയാണോ നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് കൊടുത്തത്, 3 ആംപിയറും നിങ്ങൾ എന്ത് ചെയ്ത് നെഗറ്റീവിലേക്ക് പോകുന്നത് കണ്ടു. അപ്പൊ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് 0 ആയതുകൊണ്ട് അത് ഫുള്ളായിട്ട് പോകണം നമ്മൾ കണ്ടു. അപ്പൊ ഒരു 150 ആണ് വരിക എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഈത്തനായിട്ട് ഉത്തരം ഉണ്ടല്ലോ. കറണ്ട് ഫ്ലോ കുറച്ച് കുറയും. കറണ്ട് ഫ്ലോ കുറച്ച് കുറയും. എത്ര കുറയും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിൽ ഇന്റേണലി 150 ഓംസേ ഉള്ളൂ. അതായത് ഇതിന്റെ ഒരു പകുതി കുറഞ്ഞു. അപ്പൊ 3 ആംപിയർ ആണ് ഒരു 0 വന്നപ്പോൾ ഉള്ളത് എങ്കിൽ 150 ആണ് ഉള്ളത് എങ്കിൽ ചിലപ്പോൾ അവിടെ എത്ര ഉണ്ടാവും? ഒരു ഡയറക്റ്റ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു ഫുള്ളായിട്ട് എടുക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ ഒരു 1 അല്ലെങ്കിൽ 1ന്റെ താഴെയോ ഒരു 500 മില്ലി ആംപിയറോ ഒക്കെ എടുക്കുന്നതായിരിക്കണം. അതായത് കറണ്ട് ഫുള്ളായിട്ട് എന്ത് ചെയ്യുന്നില്ല, അതിലേക്ക് ഒഴുകി പോകുന്നില്ല, ഗ്രൗണ്ടിലേക്ക് പോകുന്നില്ല. ചെറിയ ഒരു റെസിസ്റ്റൻസ് അവിടെ ഓപ്പോസിറ്റ് കറണ്ടിനെ ചെയ്യുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു 350 എന്ന് പറയുന്ന നോർമൽ റീഡിംഗ് ആണ് എങ്കിൽ
അതിൽ നിന്ന് റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഫുൾ 0 ആകുന്ന സമയത്ത് അത് ഫുൾ ഷോർട്ട് ആണ് എന്നുള്ളതും 350 നിന്ന് പകുതി അല്ലെങ്കിൽ 50 100 പോലത്തെ സംഖ്യകൾ കിട്ടുകയാണെങ്കിൽ അത് ലീക്കേജ് ഷോർട്ട് ആണ് എന്നുള്ളതും. അങ്ങനെ ലീക്കേജ് ഷോർട്ട് ആകുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ഇൻപുട്ട് കൊടുത്ത അതേ കറണ്ട്, ഇൻപുട്ടിൽ നമ്മൾ 3 ആംപിയർ കൊടുത്ത അതേ കറണ്ട് എന്ത് ചെയ്യൂല, ഗ്രൗണ്ടിലേക്ക് പാസ് ചെയ്യില്ല. എന്നാൽ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു കറണ്ട്, ചിലപ്പോൾ ഒരു 300 മില്ലി ആംപിയർ ആവാം, ചിലപ്പോൾ 500 മില്ലി ആംപിയർ ആകാം, അല്ലെങ്കിൽ 600 മില്ലി ആംപിയർ, അല്ലെങ്കിൽ 1 ആംപിയർ ആവാം. അത്രയും കറണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇതിലൂടെ ഒഴുകുന്നത് കാണാൻ പറ്റും. എങ്ങനെ? ഇതാണ് പോസിറ്റീവ്, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഒഴുകുന്നത് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിക്കണമെന്ന് അറിയില്ല, പവർ സപ്ലൈ ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ടോ ലീക്കേജോ ഉള്ള ഒരു സെറ്റ് നിങ്ങൾ ബാറ്ററി കണ്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ലീക്കേജ് ഷോർട്ട് ഉണ്ട് എങ്കിൽ ഡയറക്റ്റ് അവിടെ ഒരു 300 അല്ലെങ്കിൽ 600 ഒരു 1000 ഒക്കെ എടുക്കണത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ ലീക്കേജ് ഷോർട്ട്. അത് ഫുൾ ഷോർട്ട് ആണ് എങ്കിൽ നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത 3 ആംപിയർ ആണെങ്കിൽ 3 ആംപിയർ എന്ത് ചെയ്യും, ഗ്രൗണ്ടിലേക്ക് വരും. അതല്ല ലീക്കേജ് ഷോർട്ട് ആണ് എങ്കിൽ ഇതിന് ആനുപാതികമായിട്ടുള്ള ഒരു കറണ്ട്, കാരണം ഇത് കറക്റ്റ് ഇന്റേണൽ റെസിസ്റ്റർ അല്ലാത്തത് കൊണ്ട് നമുക്കത് ഇക്വേഷൻ വെച്ചുകാണ്ട് 150 വന്നു കഴിഞ്ഞാൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രൂവ് ചെയ്യാൻ സാധിക്കൂല. കാരണം ഇത് ടോട്ടൽ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഇതിന് ആനുപാതികമായിട്ടുള്ള ഒരു കറണ്ട് അവിടെ ഫ്ലോ ചെയ്യുന്നുണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക. അത് ചിലപ്പോൾ നിങ്ങൾ വരും ദിവസങ്ങളിൽ ഓരോ ഫോൺ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ അത് എത്ര ഉണ്ടാവും, ഒരു 300 മില്ലി ആംപിയർ ആവാം, ചിലപ്പോൾ 400 മില്ലി ആംപിയർ ആവാം. മില്ലി ആംപിയർ ആണ്, ഇംപെഡൻസ് അല്ല, മില്ലി ആംപിയർ ആവാം. ചിലപ്പോൾ 1 ആംപിയർ ആവാം. അത് എത്രയോ ആവും. അതായത് ബാറ്ററി കണക്ട് കൊടുക്കുമ്പോൾ ഇതൊന്നും സ്വിച്ച് ഓൺ ആക്കിയിട്ടുള്ള കേസല്ല, ഡയറക്റ്റ് കൊടുക്കുമ്പോൾ. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് കിട്ടിയ നോർമൽ വാല്യൂവിനെക്കാട്ടിലും അത് കുറഞ്ഞു വരികയാണെങ്കിൽ അത് ഷോർട്ട്സ്, അതായത് ഗ്രൗണ്ടിലേക്കുള്ള അതിന്റെ പാത വളരെ, കറണ്ടിന് പോകാനുള്ള പാത വളരെ സുഖമായിട്ട് ഉണ്ട് എന്നുള്ളത്. അതായത് 350 അതിന്റെ കറക്റ്റ് വർക്കിംഗ്. പക്ഷെ 350 നിന്ന് കുറയും തോറും പോസിറ്റീവിൽ നിന്ന് കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവിലേക്ക് ഒഴുകും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആണ്? സാറേ, ഞാൻ എന്റെ ഇതിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ടിൽ വെച്ച് റെഡ് പ്രോബ് കൊണ്ടാണ് ഞാൻ ചെക്ക് ചെയ്യല് ബാറ്ററി. മുകളിലേക്കാണെങ്കിൽ മൾട്ടിമീറ്റർ ഡിജിറ്റൽ ആണോ, അനലോഗ് ആണോ? ഡിജിറ്റൽ ആണ്, ബ്ലൂക്കിന്റേതാണ്. ചെക്ക് ചെയ്യുമ്പോ അപ്പോ 1000 മേലോട്ടാണെങ്കിൽ നോർമലി, 1300 ആവറേജിൽ നോർമലി, 1000 താഴോട്ടാണെങ്കിൽ ലീക്കേജ്, 0ലേക്ക് എത്തിയ ഷോർട്ട്. അങ്ങനെയാണ് ഞാൻ ഫൈൽ ചെയ്യുന്നത് സാധാരണ. 1000 ഒരു വാല്യൂ കാണിക്കൂലല്ലോ. ഏത് ഫോണിലും 1000 കാണിക്കുന്നത്? ഒരു ഫോണിലും 1000 കാണിക്കൂല. 1000 കാണിച്ചു കഴിഞ്ഞാൽ സർക്യൂട്ട് വർക്ക് ആവില്ല. വെച്ചാല് ഞാന് പ്രോബ് മാറ്റിയ വെക്കൽ, സാറ് പറഞ്ഞ രീതിയിലല്ല. അവിടെ റിവേഴ്സ് ബയാസ് എന്ന് പറയുന്ന സംഗതി അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് 1000 മേലെ പോകുന്നത്. ഞാൻ പറഞ്ഞു, എപ്പോഴും പ്രോബ് നെഗറ്റീവ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ഏരിയ നോക്കേണ്ടത്, പോസിറ്റീവ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഗ്രൗണ്ടിൽ വെക്കേണ്ടത്. അതിൽ നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 350 150 ആവും. മറ്റേതെന്താണ്, മറ്റേത് എന്താ പറയുക, നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയൂല. കാരണം അത് വേറെ തന്നെ ഇതായിക്ക് മാറിപ്പോകും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഡയോഡ് ജസ്റ്റ് പറയാം, ഒരു ഡയോഡിന് ഒരു 1 ഡയറക്ഷൻ മാത്രമേ ഡയോഡിനുള്ളൂ. ഡയോഡ് നമ്മൾ ഈ സൈഡിൽ പോസിറ്റീവ് വെച്ചാൽ മാത്രമേ ഇങ്ങോട്ട് കണ്ടക്ട് ചെയ്യുള്ളൂ. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താവില്ല, കണ്ടക്ട് ചെയ്യൂലല്ലോ. ചെയ്യോ? ഡയോഡ് എന്താണെന്ന് അറിയില്ലല്ലേ, നമുക്ക് എടുക്കാം. ഡയോഡ് നമുക്ക് പഠിക്കാം. അതായത് ഇതാണ്. അപ്പൊ നമുക്ക് കിട്ടിയ നോർമൽ വാല്യൂവിൽ നിന്നും അതിന്റെ വാല്യൂ കുറയുകയാണെങ്കിൽ അത് ഗ്രൗണ്ടിലേക്ക്, അതായത് പോസിറ്റീവിൽ നിന്ന് ചാർജ് നെഗറ്റീവിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലാണ്. അപ്പൊ അതിൽ നിന്നുള്ള 000 എപ്പോഴാകുന്നോ അപ്പോൾ അതെന്താവും, ഫുൾ ഷോർട്ട് ആവും. ഫുൾ ഷോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പവർ സപ്ലൈ കാണിച്ചു തന്നു, ഔട്ട്പുട്ട് 3 ആംപിയർ ആണ് കൊടുത്തതെങ്കിൽ ആ 3 ആംപിയറും ഗ്രൗണ്ടിലേക്ക് പോവും. അതല്ല അവിടെ ഒരു 150 ഒക്കെയാണ് കിട്ടുന്നത് എങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു 300 മില്ലി ആംപിയറോ 400 മില്ലി ആംപിയറോ പോവും. അപ്പോൾ ഈ നമ്പർ നോക്കിയിട്ട് എങ്ങനെ ഒരു ലീക്കേജ് നോക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കിട്ടിയ വാല്യൂ എത്രയാണോ അതിനേക്കാളും വളരെ, ഒരു 50 ഓംസിന്റെ വ്യത്യാസം നിങ്ങൾ നോക്കണ്ട, അതിനെക്കാട്ടിലും കുറവാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ലീക്കേജ് ഉണ്ട് എന്നുള്ളത്. മാത്രമല്ല അത് ലീക്കേജ് ഉള്ള സമയത്ത് അത് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഒരു ആംപിയർ അവിടെ
എടുക്കും ചെയ്യും. ഓക്കെ. സാർ ഒരു ആ ചോദിക്കട്ടെ, അതെന്റെ അതെ മൾട്ടിമീറ്ററിന്റെ ആ നേരത്തെ ചെക്ക് ചെയ്ത മാതിരി ഞാൻ ഇതിപ്പോ ഡയോഡ് മോഡിൽ ഇട്ടിട്ട് എന്റെ ഡിജിറ്റൽ മൾട്ടിമീറ്റർ ഡയോഡ് മോഡിൽ ഇട്ട് സാറ് ചെയ്ത മാതിരി ഞാൻ ഇത് ഫോൺ കാണുന്നുണ്ടോ എന്നറിയില്ല. ഒരു ഒരു ഇതിങ്ങനെ ചെയ്തപ്പോ അതിൽ കാണിക്കുന്ന 003, അത് 003 അതായത് ഷോർട്ട് ചെയ്തപ്പോഴും 003 കാണിക്കുന്നത്. അത് 003 നിങ്ങൾ മൾട്ടിമീറ്ററിന്റെ പ്രശ്നമാണ്. നിങ്ങൾ അപ്പൊ അത് മൾട്ടിമീറ്ററിന്റെ കംപ്ലൈന്റ്. അത് മൾട്ടിമീറ്റർ, അതായത് മൾട്ടിമീറ്ററിന്റെ അക്യുറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 00 ആവണം. അത് ചിലപ്പോൾ നിങ്ങളെ പ്രോബിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസോ, ഇതിനൊക്കെ ഒരു ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ കേബിളിനൊക്കെ, ചിലപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന കേബിളിന് അങ്ങനത്തെ കേസുകളാണ് ഉണ്ടാവുക. അതാണ് അതിന്റെ പ്രശ്നം. ചിലപ്പോൾ നിങ്ങൾ കേബിൾ മാറ്റി കഴിഞ്ഞോ അല്ലെങ്കിൽ മൾട്ടിമീറ്ററിനോ അതിന് എന്തുണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, മൾട്ടിമീറ്റർ വാങ്ങുന്ന സമയത്ത് അതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള മൾട്ടിമീറ്ററിനെ വാങ്ങാൻ ശ്രമിക്കുക. അതിനിപ്പോ ഞാൻ വേറൊരു പ്രോബ് കൊടുത്തപ്പോഴേ ഞാനിപ്പോ വേറൊരു പ്രോബ് കൊടുത്തപ്പോ 020 ആയി. അത് നിങ്ങൾ കേബിളിന് പ്രശ്നം ഉണ്ടാവും. അത് 00 ആവലാണ് അതിന്റെ ഇത്. ഒന്നുകിൽ കേബിൾ കംപ്ലൈന്റ്, അല്ല എങ്കിൽ നിങ്ങൾ മൾട്ടിമീറ്റർ കംപ്ലൈന്റ്. അത് 00 ആവണം. അതാണ് അതിന്റെ തമ്പ് റൂൾ. അതാണ് സാറ് റെക്കമെൻഡ് ചെയ്യണ മൾട്ടിമീറ്റർ ഏതാന്ന് പറയോ? അത് ഫ്ലൂക്ക് 101 ആണ്. ഒരു 4000 രൂപ കോസ്റ്റ്. അത് വാങ്ങിക്കഴിഞ്ഞാൽ കുറെ. 101 ഫ്ലൂക്ക് 101 101 അല്ലേ? ഫ്ലൂക്ക് അല്ലേ? അതെ അതെ. അപ്പൊ അത് വാങ്ങിയിട്ട് നിങ്ങൾ നോക്കി നോക്കുക. അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ലീക്കേജിന്റെ കേസ് ഇത്രയേ ഉള്ളൂ. 300 നോർമൽ വാല്യൂ എങ്ങനെയാണെന്നുള്ള നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്ന് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നോർമൽ വാല്യൂ ഇതേപോലെ അനലോഗിലും ഡിജിറ്റലിലും നിങ്ങൾ മാറ്റുന്ന ഒരു കമ്പാരിസൺ നടക്കുക. നോർമൽ വാല്യൂ 350 ആണെങ്കിൽ ആ 350 നിന്ന് കുറയുന്നതോറും അതെന്താണ്, ലീക്കേജ് ആണ്. അങ്ങനെ 00 ആയി കഴിഞ്ഞാൽ അത് ഫുൾ ഷോർട്ട് ആണ് എന്നുള്ളതും മാത്രമല്ല, ഒരു 150 ആണ് നിങ്ങൾ മൾട്ടിമീറ്ററിൽ കാണിക്കുന്നത് എങ്കിൽ എന്ത് മനസ്സിലാക്കുക, അത് ഡയറക്റ്റ് പവർ സപ്ലൈയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ആനുപാതികമായിട്ടുള്ള ഒരു 100 മില്ലിയാംപിയർ 200 മില്ലിയാംപിയർ എന്ത് ചെയ്യും, അവിടെ കാണിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ ക്ലാസ്. അല്ല ഒരു സംശയം കൂടി സാറേ, ഒറ്റ സംശയം കൂടി. അതായത് നമ്മളിപ്പോ ഒരു ഫോണ് അവര് ഇറക്കുമ്പോ, ഒരു കമ്പനി ഇറക്കുമ്പോ ഈ ഇംപെഡൻസ് എന്ന് പറഞ്ഞ രീതിയിൽ അവര് ഒരു ഇത് ചെയ്യുന്നുണ്ടോ? ഏതെങ്കിലും ഒരു കമ്പനി നമുക്ക് ഇല്ല, അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഫോണിന്റെ ഇംപെഡൻസ് എത്രയാണെന്ന് മനസ്സിലാക്കാൻ അതിനാണ് ZSW പോലത്തെ ടൂൾസുകൾ ഉണ്ട്, സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. അതിൽ ഈ ഡാറ്റ ഉണ്ടാവും. അത് കിട്ടാൻ ഇപ്പൊ നമുക്ക് എന്താ ചെയ്യാം? അത് കിട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഈ സോഫ്റ്റ്വെയറുകളൊക്കെ സോഫ്റ്റ്വെയർ കിട്ടാൻ 4000 രൂപ 5000 രൂപ കോസ്റ്റ് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് എന്താന്നുള്ളത് കാണിച്ചു തരാം. ഈ നമ്പർ എന്താന്നുള്ളത് ഞാൻ സോഫ്റ്റ്വെയറിൽ കാണിച്ചു തരാം. അത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തത് അപ്പോൾ മനസ്സിലാവും. ഇനി വരാൻ പോകുന്നത് സോഫ്റ്റ്വെയർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതാണ് നമ്മളെ മുന്നിൽ വരിക. ഇപ്പോൾ പറഞ്ഞ നമ്പർ എന്താന്നുള്ളത് നമുക്ക് എങ്ങനെ കിട്ടും എന്നുള്ളത് സ്ക്രീൻ ഷെയറിങ് ഇതാക്കണല്ലോ, ഡിസേബിൾ ആക്കണല്ലോ. മിനിറ്റ്, സ്ക്രീൻ ഷെയറിങ് ഒന്ന് എടുക്കും. സവാദ് എത്തിക്കണോ? അങ്ങനെ അവനെ വിളിച്ച അപ്പോൾ സവാദിനെ വിളിക്ക്. അതെന്തോ, അതായത് ഇത്രേ ഉള്ളൂ. അതായത് നമുക്ക് കിട്ടുന്ന റീഡിംഗ് ഉണ്ടല്ലോ, നിങ്ങൾ പറഞ്ഞ ചോദ്യത്തിൽ ഈ നമ്പർ എവിടുന്ന് കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നലെ നിങ്ങൾ എന്ത് ചെയ്തു, കുറെ വിബാറ്റിന് ഇതിൻ്റെ ഒക്കെ എന്ത് ചെയ്ത് നമ്പറുകൾ എടുത്തല്ലോ. അതേപോലെ നമുക്ക് സർവീസ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് സോഫ്റ്റ്വെയർ നമ്മളെ കയ്യിലുണ്ട്.
അപ്പോൾ ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താ പറയുക അവിടെ എത്ര വാല്യൂ എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മാത്രമല്ല നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്കും അതേപോലെ സ്വന്തമായിട്ട് റീഡിങ്ങും നമുക്ക് എഴുതി ഉണ്ടാക്കാനും പറ്റും. ഇതേപോലെയാണ് നമുക്ക് എഴുതി ഉണ്ടാക്കുക. ഇതേപോലെ സവാദ ഇതിന് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്താ? നമുക്ക് എഴുതി ഉണ്ടാക്കി ഞങ്ങൾ കാണിച്ചു തരാം. അപ്പം ഒന്നും കൂടി മനസ്സിലാവും കണക്ടറിൻ്റെ ഒക്കെ. ബിഫിക്സ് റീഡിംഗ് ഇതിപ്പോൾ നമ്മളിത് ഇതേപോലെ നമ്മൾക്ക് വരുന്ന കണക്ടറിൻ്റെ ഇതൊരു കണക്ടറിനാണ്. ഇത് ഏതാണ് മോഡൽ എന്ന് ഉണ്ടാവും. ഡിസ്പ്ലേ കണക്ടറാണ്, ഏതാ മോഡൽ എന്നില്ല. ഇതേപോലെ അതിൻ്റെ ഒന്നാമത്തെ പിന്നാണ് 528 520 320 428 നമ്പർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ എഴുതി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എന്താണ് അതിനുള്ള പേര് എന്നുള്ള അടിയിൽ എഴുതിയിട്ടുണ്ട്. DSO DN DSCO DSN 3P അങ്ങനെ കുറേ സംഗതികളുണ്ടാവും. ഇതേപോലെ നമുക്ക് എഴുതി ഉണ്ടാക്കാനും പറ്റും. കാരണം ഒരു ഡിവൈസ് സോഫ്റ്റ്വെയറിൽ വന്നിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതങ്ങനെ ചെയ്യാനും പറ്റും. ഞാനത് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഞാൻ അതിൽ കാണിച്ചു തരാം. അത് സ്കീമാറ്റിക് നോക്കിയാണോ ചെയ്യുന്നത്? അത് സ്കീമാറ്റിക്സ് നോക്കിയിട്ടല്ല ചെയ്യുക. അത് ഒരു സ്കീമാറ്റിക്സ് ഇല്ലാത്തൊരു ഫോൺ നിങ്ങളുടെ കയ്യിൽ വരികയാണ്. ഫോർ എക്സാമ്പിൾ ഇത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഫോണാണെന്ന് വിചാരിക്കുക. നിങ്ങളെ കയ്യിൽ ഈ സെറ്റ് എന്തെന്നു ഡിസ്പ്ലേ മാറ്റാൻ നിങ്ങളെ കയ്യിൽ വന്നു. ഇതിന് സ്കീമാറ്റിക്സ് ഓൾറെഡി എവിടെ ഇല്ല, നമ്മളെ സോഫ്റ്റ്വെയറിൽ ഒന്നിലും ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാണ്, മൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ്, അതിന് ഓരോ വരച്ചുണ്ടാക്കിയിട്ട് ഓരോ നമ്പർ ഇങ്ങനെ എഴുതി വെക്കുക. കാരണം അതിൻ്റെ ഡാറ്റ ലൈൻ എന്ത് ലൈനാണെന്നുള്ള നമുക്ക് അറിയില്ല, പക്ഷെ അവിടെ വരുന്ന ഇംപെഡൻസ് എത്രയെന്നുള്ള നമുക്ക് കിട്ടും. പിന്നീട് ഒരു സമയത്ത് അതേ സെയിം സെറ്റ് നിങ്ങൾക്ക് എന്ത് വരികയാണ്, ഒരു ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആയിട്ട് വരികയാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് കംപ്ലൈൻ്റ് ആണോ കംപ്ലൈൻ്റ് ഇല്ല എന്നുള്ളത് കണ്ടെത്താൻ പറ്റും. അപ്പോൾ അത് കണ്ടെത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പഠിക്കണം. റെഡി ആയിടവനെ? എന്താ പ്രശ്നം? സീൻ എന്താ? ആ അങ്ങനെ ഉണ്ട്. ഓ അങ്ങനെ ഉണ്ടല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്കത് എന്തോ ജോയിൻ ചെയ്തപ്പോൾ എന്തോ സീനാണ്. ഒന്ന് ഡിസ്കൗണ്ട് ചെയ്ത് നോക്കണം. ഓക്കെ സാർ, ഓക്കെ, കുഴപ്പമില്ലല്ലോ. കുഴപ്പമില്ലല്ലോ. ഞാൻ അതിപ്പോൾ ഞാൻ പറയില്ല, ബുക്ക് ഇതേപോലെ എനിക്ക് എഴുതി ഉണ്ടാക്കാൻ പറ്റും. എഴുതി ഉണ്ടാക്കുമ്പോൾ ഒക്കെ എന്ത് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ നമ്പർ എന്താണെന്നുള്ളത്. അപ്പം നമ്പർ എന്താണെന്നുള്ളത് ആദ്യം നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരു എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ VBAT-ൻ്റെ റീഡിംഗ് അല്ല ഇപ്പോൾ നിങ്ങൾ എടുത്തത്, ബാറ്ററി കണക്ടർ 350 റീഡിംഗ് എടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബാറ്ററി കണക്ടറിൽ എത്രയാണ് വരിക എന്നുള്ളത് മനസ്സിലായി. ഇനി നിങ്ങൾ ഇന്ന് പോയിട്ട് ചെയ്യേണ്ടത് മദർ ബോർഡിൽ ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു മദർ ബോർഡ് വെച്ചാൽ ഒരു ആൻഡ്രോയിഡിൻ്റെ മദർ ബോർഡ് എടുക്കുക. മദർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും മദർ ബോർഡ് എടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഒരു പവർ ഐസി കാണാൻ പറ്റും. പവർ ഐസി കാണില്ലേ? ഈ പവർ ഐസി കാണുന്ന അതേപോലെ ഡയോഡ് മോഡിൽ ഇവിടെ കണ്ടില്ല നിങ്ങൾ ഈ കോയിലുകൾ, ഇതേപോലത്തെ പവർ ഐസിന് ചുറ്റുള്ള കോയിൽ ഉണ്ടല്ലോ, 1 2 3 4 5 6. ഈ കോയിലിൻ്റെ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. എന്നിട്ട് ഈ കോയിലിൻ്റെ സൈഡിലുള്ള ഇംപെഡൻസ് എത്രയാണ് എന്നുള്ളതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൻ്റെ എത്രയാണെന്നുള്ളത് അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് ആ വർക്കിംഗ് ഡിവൈസ്, വർക്കിംഗ് ഇല്ലാത്ത ഒരു ഡിവൈസിന്റെ കളികൾ നമ്മൾ ആദ്യം തന്നെ കംപ്ലൈന്റ് ഉള്ളതുമ്പോൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് വർക്കിംഗ് ഉള്ളതിന്റെ റീഡിങ് അറിഞ്ഞാലേ കംപ്ലൈന്റ് ഉള്ള റീഡിങ് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഒന്ന് പോയിട്ട് എന്ത് ചെയ്യുക, അതിന്റെ റീഡിങ്, അതായത് ഇതിൽ വരുന്ന ഒരിക്കലും മൾട്ടിമീറ്ററിൽ ബസർ മോഡ് എന്ന് പറഞ്ഞ മോഡ് നമ്മൾ എന്ത് ചെയ്യില്ല, ഉപയോഗിക്കൂല. അത് ഉപയോഗിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. ബസർ മോഡ് ഉപയോഗിച്ചിട്ട് ഷോർട്ട് ചെക്ക് ചെയ്യലും നമുക്ക് സാധിക്കൂല. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇതിന് പറയുന്ന പേരാണ് ബക്ക് കോയിൽ. ഈ കോയിലിന്റെ ഓരോ കോയിലിന്റെ ഫോട്ടോ എടുക്കുക. ഫോട്ടോ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിന്റെ നേരേക്കുള്ള അതിന്റെ റീഡിങ് എഴുതി വെക്കുക. ആ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതിന്റെ റീഡിങ് എന്ത് ചെയ്യുക, അതിന് നേരേക്ക് ഒരു മാർക്കർ വരയ്ക്കുക. മാർക്കർ വരച്ചിട്ട് എന്ത് ചെയ്യുക, അവിടെ എത്രയാണോ കിട്ടുന്ന റീഡിങ് ഡയോഡ് മോഡിൽ റെഡ് പ്രോബ് ഗ്രൗണ്ടിൽ വെച്ചിട്ട് ബ്ലാക്ക് പ്രോബ് എടുത്തിട്ട് അടുത്ത ഓരോ റീഡിങ് എടുത്ത് വെക്കുക. ഓരോ റീഡിങ് എടുത്ത് വെക്കുക. പിന്നെ സ്കീമാറ്റിക്സ് ഉള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ആ കോയിലിന്റെ പേര് അതിൽ കിട്ടും. എന്ത് കോയിലാണ്, കോയിൽ എന്തിനുള്ളതാണെന്നുള്ളതൊക്കെ കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ട, നമുക്ക് പഠിക്കാം. ആദ്യം എന്ത് ചെയ്യുക, അവിടുത്തെ റീഡിങ് എടുത്തിട്ട് വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, നാളെ അല്ലെങ്കിൽ ഇന്ന് എന്ത് ചെയ്യുക, അതിലേക്ക് ഇത് തരാം. അപ്പോൾ എന്ത് ചെയ്യും, അതിലേക്ക് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അയക്കുക. ആ ഗ്രൂപ്പിലേക്ക് വോയിസോ കാര്യങ്ങളോ ഒന്നും ഇടാൻ ശ്രമിക്കരുത്. ജസ്റ്റ് ചെയ്യുന്ന വർക്കുകൾ മാത്രം അതിലേക്ക് ഇടുക. വെബ്സൈറ്റ് കിട്ടുന്നില്ല അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രം അതിൽ പോസ്റ്റ് ചെയ്താൽ മതി. വേറുള്ള വീഡിയോസോ ചാറ്റിങ്ങോ ഒന്നും അതിൽ അലൗഡ് അല്ല.
അപ്പൊ എന്താ ചെയ്യുക, ഇങ്ങനത്തെ വർക്ക് ചെയ്യാനുള്ള വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 സെറ്റ് എടുക്കുക, 5 ഡിവൈസ് എടുക്കുക. 5 ഡിവൈസിൽ ആ പവർ ഐസിൽ എടുത്ത് വരുന്ന കോയിലിമത്തെ ഇംപഡൻസ്. അപ്പൊ ഇംപഡൻസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, ഇംപഡൻസ് എടുക്കുക, ഡയോമോൾ എടുത്തിട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോ അയക്കുക. പിന്നെ ബുധനാഴ്ച ദിവസങ്ങളിൽ ഒറ്റ ദിവസം നമുക്ക് എന്തില്ല, ക്ലാസ് ഇല്ല. ബുധനും ഞായറാഴ്ചയും നമുക്ക് ക്ലാസ് ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും. എന്തെങ്കിലും കാരണം കൊണ്ട് ക്ലാസ് ലീവ് ആണ് എന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസമോ ഒക്കെയാണ് അറിയിക്കലുണ്ടാവും നിങ്ങൾക്ക് നാളെ ക്ലാസ് ഇല്ല എന്നുള്ളത്. അപ്പോൾ മെസ്സേജ് എന്ത് ചെയ്യുക, ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. ബുധനാഴ്ച ക്ലാസ് ഉണ്ടാവില്ല, അതേപോലെ തന്നെ ഞായറാഴ്ചയും ക്ലാസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ നാളെ ബുധനാഴ്ച ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ ചെയ്തു തരാൻ പറഞ്ഞില്ലേന്നോ വാട്സപ്പിൽ? വാട്സപ്പ് അതിമൊക്കെ എത്തിയിട്ടില്ല, അത് ചെയ്തുതരാം. അപ്പോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് നമുക്കൊന്ന് മനസ്സിലായിട്ട് ഞാൻ അത് എഴുതിയിട്ട് അയച്ചു തരാം. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാതെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പരീക്ഷിക്കാനും സാറേ നമ്മൾ ഇന്നലെ എടുത്തൊക്കെ ക്ലാസ് ഒന്ന് റിവൈൻഡ് ചെയ്യാന് ഒന്ന് ഇനി ഏതിലാ കിട്ടുക? അതൊക്കെ വെബ്സൈറ്റിൽ കിട്ടുമല്ലോ. അത് ഞാൻ ഇന്നലെ ചോദിച്ചു, ഇന്നലെ പിന്നെ വെബ്സൈറ്റിൽ ഇട്ടിട്ടില്ലായിരുന്നു, ഇന്ന് അതായത് ഇതിലേക്ക് വന്ന കുറെ ആളുകൾക്ക് വാട്സപ്പ് ഇല്ല നമ്പറിൽ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കുറെ ആളുകൾ അയച്ചതിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് കൊടുത്ത നമ്പറിലൊന്നും വാട്സപ്പ് ഇല്ല. അപ്പൊ അതിലേക്ക് നമുക്ക് പറ്റുന്ന ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് നമ്മൾ വിളിക്കാൻ നോക്കിയിട്ട് കുറെ ആൾക്കാർ ഫോൺ എടുത്തിട്ടില്ല, ആരാന്നുള്ളത് അറിയില്ല. അപ്പോൾ എന്താ ചെയ്യുക, നിങ്ങളെ നമ്പർ ഇതിലേക്ക്, അതായത് ഈ നമ്പറിലേക്ക് ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ് അയക്കുക. ഇതേപോലെ വെബ്സൈറ്റിന് ആക്സസ് കിട്ടാത്തവർ, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇല്ലാത്തവർ അയക്കാന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, അയച്ചിട്ട് ചെയ്യുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യുക, നാളെ കാണാം. ഇന്ന് ചെയ്ത വർക്ക് എന്ത് ചെയ്യുക. നാളെ എന്ത് ചെയ്യുക, നാളെ ക്ലാസ് ഇല്ല, വ്യാഴാഴ്ചയാണ് ക്ലാസ് ഉണ്ടാവുക. എന്തെങ്കിലും കാരണം കൊണ്ട് ക്ലാസ് ലീവ് ആണ് എന്നുണ്ടെങ്കിൽ അത് പിറ്റേ ദിവസം നിങ്ങൾ അറിയിക്കും. ഓക്കെ, നമ്മളെ സംശയങ്ങൾ ഏത് ഗ്രൂപ്പിലാ ചോദിക്കണ്ടേ? സംശയങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാനായിട്ടില്ല, ഇപ്പൊ ലൈവിൽ വന്നിട്ട് തന്നെ ചോദിക്കണം. ഗ്രൂപ്പിൽ എന്തില്ല, ഡിസ്കഷൻസ് ഒന്നും അലൗഡ് അല്ല. കാരണം ലൈവിൽ വന്നിട്ട് നിങ്ങൾ ഡൗട്ടുകളോ കാര്യങ്ങളോ ചോദിക്കുക മാത്രമേ ഇവിടെ അലൗഡ് ഉള്ളൂ. കാരണം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ നമുക്ക് സമയങ്ങൾ ഉണ്ടാവില്ല. കാരണം ലൈവിൽ 1.5 മണിക്കൂർ നമ്മൾ വന്ന് നിൽക്കുന്നുണ്ട്. അതിൽ ഏത് സംശയമാണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, ഏത് ഒഴിവാക്കിയിട്ട് ആക്കി എടുക്കണോ? ഇങ്ങനെയാണ് ഇതുവരെ ചെയ്തോണ്ടെന്ന്. അങ്ങനെയാണ് 2-3 വർഷമായിട്ട്. മനസ്സിലായില്ല. അപ്പോ വെച്ചാല് മൾട്ടിമീറ്ററിന് ബ്ലാക്ക് പ്രോബ് ഗ്രൗണ്ട് വെച്ച് റെഡ് പ്രോബ് കൊണ്ട് ബാറ്ററിന്റെ പോസിറ്റീവിൽ എത്തുമ്പോൾ നമുക്ക് 1300 റീഡിങ് കിട്ടുന്നുണ്ട്. അത് ഞാൻ നോർമൽ റീഡിങ് 1000 താഴോട്ട് വന്നാല് 900-800 ഒക്കെ വന്നാല് ബോർഡ് ലീക്കേജ്. പിന്നെ നേരെ ഷോർട്ടങ്ങാണ് ഞാൻ ഫൈൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ സാറ് പറഞ്ഞ രീതി വെച്ചാല് 900 വന്നിട്ടാണെങ്കിൽ ഓപ്പൺ 150 വന്നാല് ലീക്കേജ്. ആ റൂട്ടിലാണല്ലോ സാറ് പറഞ്ഞത്. അപ്പോ ആ റൂട്ടിലാണ് ചെക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആദ്യം മുമ്പുള്ള മോഡലാണോ? അല്ല, ഞാനിപ്പോ പറഞ്ഞ മോഡലാണ് ചെക്ക് ചെയ്യുക. അല്ലാതെ ഞങ്ങൾക്ക് ചെക്ക് ചെയ്ത് ഞങ്ങൾ കംപ്ലൈന്റ് കണ്ടെത്താൻ കഴിയൂല. കണ്ടെത്താൻ കഴിയുന്നുണ്ടാവും, അത് ഷോർട്ട് സർക്യൂട്ട് ആണെങ്കിൽ മാത്രമേ അത് ആ റീഡിംഗ് അവിടെ വരുള്ളൂ. നോർമൽ റീഡിങ്ങിൽ ആയി വാല്യൂ കാണിക്കും, പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ടൂള് കാര്യങ്ങളിലൊന്നും ആ റീഡിംഗ് ആവില്ല ഉണ്ടാവുക. ഒരിക്കലും 1000-1300 റീഡിംഗ് ഒരിക്കലും നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയറിലും കാണാൻ കഴിയില്ല. എല്ലാ സോഫ്റ്റ്വെയറിലും കാണാൻ കഴിയുന്ന റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200, 300, 400, 500, 600 കാണിക്കുള്ളൂ. 1000-1300 റീഡിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഒരു സോഫ്റ്റ്വെയറിലും കാണിക്കാൻ കഴിയില്ല. ഞാൻ പറയുന്ന രീതിയിൽ പ്രോബ് തിരിച്ചിട്ട് തന്നെ ചെക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത്, അതായത് ഇവിടെ ഞാൻ പറയുന്ന തിയറി മൊത്തം അത് ബേസ് ചെയ്തിട്ടേ പറയുള്ളൂ. കാരണം നിങ്ങൾക്ക് ആ പറയുന്നത് കൊണ്ട് ഇതിൽ പറയുന്ന ഒരു വാല്യൂ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് മുന്നോട്ടുള്ള ക്ലാസ്സിൽ 1000 എന്ന് പറയുന്ന റീഡിംഗ് പോലും ഇവിടെ എന്ത് ചെയ്യില്ല, പ്രതിപാദിക്കൂല. ഒക്കെ 500-600 താഴത്തേക്കുള്ള റീഡിംഗ് മാത്രമേ ഇവിടെ സംസാരിക്കുള്ളൂ. നിങ്ങൾ ആ രീതിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടുള്ള കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് അതിന്റെ പ്രോപ്പർ വേ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വ്യാഴാഴ്ച കാണാം. ഓക്കെ.